മറ്റൊക്കെ മുമ്പ് പാടത്തേക്കാണ് പോയിരുന്നത്, ഇപ്പോൾ കളിക്കാൻ ടർഫിക്കാണ്. കുട്ടികൾ മദ്രസക്ക് വരുന്നില്ല, എന്തേന്ന് ചോദിച്ചു, ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മദ്രസക്ക് വരാത്തതിൻ്റെ കാരണമൊക്കെയാണ്. ടർഫ് ബുക്ക് ചെയ്ത് സമയം കിട്ടിയത് അപ്പോഴാണ് എന്നാണ് മദ്രസക്ക് വരാത്തതിൻ്റെ കാരണം. അപ്പോൾ പുതിയ തലമുറ കളിക്കാൻ ടർഫ് പോകും. പിന്നെ പുതിയ തലമുറയുടെ പരിപാടി എന്താ വെച്ചാൽ, മുമ്പൊക്കെ വയസ്സായ ആൾക്കാർ ഒരു വലിയ ട്രൗസർ ഇട്ടുങ്ങാണ്ട് അതിൻ്റെ മേലെ ഒരു തുണി എടുത്തുങ്ങാണ്ട് വലല്ലാലിനൊക്കെ അടിയിൽ കൂടെ ഇങ്ങനെ കാണിച്ചു കാരണം മടക്കി കുത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പുതിയ തലമുറ തുണിയൊന്നും എടുക്കില്ല, ആ ട്രൗസർ ഇട്ടാണ്ട് ഇങ്ങനെ നടക്കും. വയസ്സന്മാരെ അടിയിലിട്ടിന്ന് ആ ട്രൗസർ ഇട്ടാണ്ട് ഇങ്ങനെ നടക്കും. അതാണ് പിന്നെ ഒരു മാറ്റം. മൂന്നാമത്തെ ഒരു മാറ്റം, അപ്പോൾ ഞങ്ങളവിടെയൊക്കെ ഉണ്ട്, നിങ്ങളവിടെയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്, റമദാൻ മാസത്തിൽ തറാവി കഴിഞ്ഞാൽ അച്ചാറൊന്നാവും പോവുക. റോഡ് സൈഡിൽ കുറേ അച്ചാറും കർപ്പിച്ചോളം ഉണ്ടാവും. അത് ഇതൊക്കെയാണ് ഈ മാറ്റം എന്ന് പറയുന്നത് പുതിയ. ഇതിലൊക്കെ മുത്തഖീങ്ങളുണ്ടാവും. നല്ലോണം മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞത്. ടർഫിക്ക് കളിക്കാൻ പോകുന്നുണ്ട്, മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ അവിടെ നിന്ന് കയറി പോന്നാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം നമ്മൾ. കാരണം അതാണ് ഈ ചെറിയ മാറ്റം എന്ന് പറയുന്നത്. ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റമായിട്ട് കാണണം. ഇതിനാണ് ശരിക്കും ഇന്നത്തെ തഖ്വ എന്ന് പറഞ്ഞത്. അല്ലാതെ സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ആയിട്ടില്ല എന്ന് വിചാരിക്കല്ല വേണ്ടത്. ട്രൗസർ ഇട്ട് കാണ്ട് ഇങ്ങനെ നടന്നതിൻ്റെ ഇടയിൽ ഒരു ഗസ്റ്റ് ആരോ വന്നപ്പോൾ ഔത്ത് പോയിങ്ങാണ്ട് അതിൻ്റെ മേലെ കൂടി ഒരു തുണിയും കൂടി കണ്ട് എടുത്തു. അൽഹംദുലില്ലാഹ് മാറ്റം. തറാവി കഴിഞ്ഞിട്ട് അച്ചാറെന്നാനൊക്കെ പോയി, പക്ഷെ ഒച്ചടിനില്ലെങ്കിൽ അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായി കാണുമ്പോഴാണ് പുതിയ തലമുറയിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. ഇതാണ് ഈ മുത്തഖീങ്ങളാക്കുക എന്ന് പറഞ്ഞ സംഗതി. കാലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും ഒക്കെ തഖ്വക്ക് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള പുതിയ കാലഘട്ടത്തിലെ മുത്തഖീങ്ങളെ ഉണ്ടാക്കി തീർക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വിഷയത്തിലേക്ക് വരുന്നു. ഇൽമിൻ്റെ പരിപാലനമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഒന്ന് ഈമാനിൻ്റെ പരിപാലനമാണ്, രണ്ട് ഇൽമിൻ്റെ പരിപാലനമാണ്. ഇൽമിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തിക്കൊണ്ടുവരലാണ് ഇൽമിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ. ഞാൻ മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞുതരാം. തീരെ പഠിക്കാൻ പോയിട്ടില്ലെങ്കിൽ ഓൻ്റെ ഈമാനൊരു കുഴപ്പം പറ്റൂല. ഇതിൻ്റെ അർത്ഥം പഠിക്കാൻ പോകണ്ടെന്നല്ല കേട്ടോ, ഞാൻ പഠനത്തിനെതിരൊന്നുമല്ല, പഠനത്തിന് അനുകൂലമാണ്. നന്നായി പഠിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഒരാൾ 3-ാം ക്ലാസ് വരെ സ്കൂളിലും പോയി, 3-ാം ക്ലാസ് വരെ മദ്രസയിലും പോയി. പിന്നെ അവന് കാര്യമായിട്ടൊന്നും അറിയില്ല. കന്നൂട്ടാൻ അറിയാം, പിന്നെ കവുങ്ങിൻ്റെ ഒടുക്ക് വെള്ളം തിരിക്കാൻ അറിയാം, പിന്നെ ഓന് കവുങ്ങുമൊക്കെ ആയിട്ട് അടക്ക പറിക്കാൻ അറിയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. തേക്കിൻ്റെ ഇല പൊട്ടിച്ചിട്ട് മീൻകാരന് കൊണ്ടു കൊടുക്കാൻ അറിയാം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയും. 3-ാം ക്ലാസ് മദ്രസയും 3-ാം ക്ലാസ് സ്കൂളും. ഒരു ദിവസം അങ്ങനെ കന്നൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുടുങ്കോലുംപടിയും ആ നഖം ഇങ്ങനെ തോളിൽ വെച്ചിട്ട് മുടുങ്കോലുംപടിയും കൈ പിടിച്ചിട്ട്, മുടുങ്കോല് പറഞ്ഞാൽ മനസ്സിലായില്ലേ, പോത്തിനെല്ലാം ഉപയോഗിക്കുന്ന സാധനം, അതായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ലടാ അള്ളാഹ് ഉണ്ട് എന്നുള്ള ഇതിൻ്റെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ, ആ മുടുങ്കോലുംപടി ഇങ്ങോട്ട് തല മാറിയിട്ട് ശേഷം അടുത്തേക്ക് വാനിക്ക് അപ്പം കാണിച്ചത് തെളിവ് എന്ന് പറയും. അവൻ്റെ ഈമാൻ പോവില്ല. ഈമാൻ ആരതാ പോയത്? MSc സൈക്കോളജി, PhD, MBA, MBBS ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുടെ ഈമാനാണല്ലോ പോണത്. യുക്തിവാദി ആയാലും ഒറ്റ കമ്പ്യൂട്ടറിനും ഉണ്ടാവില്ല, നിരീശ്വരവാദി ആയാലും ഒറ്റ തെങ്ങുമ കയറുന്ന ആളും ഉണ്ടാവില്ല. വിദ്യാഭ്യാസമുള്ളവരുതാ പോയത്. എന്തേ കാര്യം? അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ ഇൽമുണ്ട്, പക്ഷെ ഇൽമിൻ്റെ പരിപാലനമില്ല എന്നതാണ് കാരണം. ഇൽമ് പരിപാലിക്കപ്പെടണമെങ്കിൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയർത്തിക്കൊണ്ടിരിക്കണം. അതായത് മനുഷ്യൻ്റെ ഭൗതിക തലം ഉയരുമ്പോൾ അവന് സംശയങ്ങളുണ്ടാവും. ഈ സംശയം തീരുന്ന തരത്തിൽ ആത്മീയ തലത്തെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരണം. അപ്പോൾ മദ്രസ ഉദാഹരണം എടുക്കുക. 5-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് സംശയമുണ്ടാവാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് 5-ാം ക്ലാസ്സിലെ മദ്രസയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 9-ാം ക്ലാസ്സിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സംശയം വരാൻ സാധ്യതയുള്ളതാണ് 9-ാം ക്ലാസ്സിലെ മദ്രസയിൽ ഉൾപ്പെടുത്തിയത്. 12-ാം ക്ലാസ് +2 പഠിക്കുന്ന സ്കൂളിൽ നിന്ന് സംശയം വരാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് +2 മദ്രസയിൽ ഉൾപ്പെടുത്തിയത്. നമുക്ക് 7-ാം ക്ലാസ് കഴിയുമ്പോൾ 12 വയസ്സാവുമ്പോഴേക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഒന്ന് 5-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഒന്ന് 7-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും. അതാണെങ്കിൽ റബീഉൽ അവ്വൽ 12-ന്
ഉസ്താദുമാർ ഫ്രെയിം ചെയ്തിട്ട് ഇതേമാതിരി ലാമിനേഷൻ ചെയ്തിട്ട് തരും. അത്യാവശ്യം പുതിയാപ്പിളാർ കാണാൻ വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ 2 സർട്ടിഫിക്കറ്റിനെ ധാരാളം എന്ന് കരുതിയിട്ട് നമ്മൾ കൊണ്ടുപോയി തൂക്കിങ്ങാണ്ട് കുട്ടികളോട് പറഞ്ഞു ഇനി പോണ്ടടാന്ന്. ഭൗതിക തലം ഉയർന്നു, ആത്മീയ തലം പരാജയപ്പെട്ടു. ഇതാണ് ഉണ്ടായത്. സംശയം ബാക്കിയുണ്ടാവും. ഈ സംശയത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയോ? ഒരു 4 സംശയം ഒരാൾക്കുണ്ടായി, 4 ഉത്തരം കിട്ടിയാൽ 5ാമത്തെ സംശയം വരില്ല. കാരണം ഓൻ്റെ കൽബ് പറയും അതിന് ഉത്തരം ഉണ്ടാവും, എനിക്കറിയേറ്റേക്കാരെന്ന്. 1ാമത്തേന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഓക്കെ വെറുതെ പറയിക്കാരം, എല്ലാം കണക്കാണ് എന്നാണ് അവൻ്റെ കൽബ് പറയുക. ഇതാണ് പുതിയ തലമുറക്ക് സംഭവിച്ചിട്ടുള്ളത്. അതിനെന്ത് വേണം? ആദ്യം ഞാൻ പറഞ്ഞ എൻ്റെ ഉസ്താദ് വേണം. എൻ്റെ ഉസ്താദ് എന്തുകൊണ്ടല്ലാതെ പോയത്? അതിനൊരു കാരണമുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഈ നാട്ടിൽ പഴയ കാലത്തെ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദുമാർക്ക് തുണിയും കുപ്പായം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, അപ്പോൾ എടുത്തു പോയി. ഉസ്താദുമാർക്ക് തുണിയും കുപ്പായിട്ട് വേണ്ടേനും. പിന്നെ അല്ല, മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാ നാടുകളിലും ഉണ്ട്. പിന്നെ ഉസ്താദുമാർക്ക് തുണിയും കുപ്പായം കൊടുക്കും. അതെന്താ? അത് 8ാം ക്ലാസ്സിന് ശേഷം പഠിപ്പിച്ച ഉസ്താദുമാർക്കാണ് സാധാരണ കിട്ടുള്ളൂ. മുതിർന്ന ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദുമാർക്കാണ് കിട്ടുക. ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ഉസ്താദ് വെച്ചാൽ ആ ഉസ്താദിനെ കിട്ടുക. നമ്മളൊരു കുട്ടീനെ ഒരു 20 അല്ലെങ്കിൽ 21 വയസ്സായ ഒരു കുട്ടീനെ വിളിച്ചിട്ട് മോനെ എൻ്റെ ഉസ്താദിനെ എനിക്ക് ഏതെങ്കിലും ഉസ്താദിനെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആലോചിച്ചിട്ട് അവസാനം അവന് പറയാൻ കിട്ടുകയാണെങ്കിൽ കിട്ടുക ഏതുള്ളൂ എന്നറിയോ? 8ന് ശേഷം പഠിപ്പിച്ച ഉസ്താദിൻ്റെ പേരാണ് കിട്ടുക. അതിന് മുമ്പുള്ള ഉസ്താദന്മാർ പേരിട്ടൂല. അതിൻ്റെ ഒരു കാരണം, ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്നൊരാൾക്ക് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ 12 വയസ്സ് കഴിയണം. അതിന് മുമ്പ് ആരും സ്വന്തത്തിന് വേണ്ടി പഠിക്കൂല. പാപ്പാർക്ക് വേണ്ടിയിട്ടോ അമ്മമാർക്ക് വേണ്ടിയിട്ടോ ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ടോ ഫസ്റ്റ് കിട്ടാനോ റബീലോലും സമ്മാനം കിട്ടാനോ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനെ പഠിക്കുക. ഈ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് തോന്നണമെങ്കിൽ 12 വയസ്സ് കഴിയണമെന്നാണ്. 12 വയസ്സിന് ശേഷം പഠിപ്പിച്ച ഉസ്താദന്മാരെ ഓർമ്മ ഉണ്ടാവും. അതിന് മുമ്പുള്ള ഉസ്താദന്മാരും അധ്യാപകരും മാഷന്മാരും ടീച്ചർമാരും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതിൻ്റെ കാരണം തനിക്ക് വേണ്ടി പഠിക്കുന്നില്ല. 12 വയസ്സ് കഴിയുമ്പോഴേക്ക് 7ാം ക്ലാസ് കഴിഞ്ഞു. 50 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 5ാം ക്ലാസ്സിലെത്തുമ്പോൾ അത് 35 കുട്ടികളാണ്. 7ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 25 കുട്ടികളാണ്. 10ാം ക്ലാസ്സിലെത്തുമ്പോൾ 5 കുട്ടികളാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ശിശുമരണം വളരെ കുറവാണ്. കേരളത്തിൽ അത് പറ്റ കുറവാണ്. മനസ്സിലായി എന്നൊക്കെ ഞാൻ പറഞ്ഞതെന്നറിയില്ല. എൻ്റെ മനസ്സിലായി. വേണ്ടാന്ന് വെച്ചത് തന്നെയാണ്. മരിച്ചു പോയതല്ല, വേണ്ടാന്ന് വെച്ചത് തന്നെയാണ്. കുട്ടി പോകാൻ തയ്യാറായാൽ പോലും രക്ഷിതാക്കൾ തയ്യാറല്ല എന്നതാണ്. ഇതൊക്കെ നമ്മൾ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ മഹല്ല് ഭാരവാഹികൾ, കമ്മിറ്റിക്കാർ, മദ്രസ നടത്തുന്നവർ എന്നുള്ള നിലയിൽ വരുത്താൻ കഴിയുമോ നോക്കണം. എന്തെങ്കിലും പരിഹാരം ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രശ്നം, ഭൗതിക തലം ഉയർന്നു വന്നപ്പോൾ ആത്മീയ തലം ഉയർന്നില്ല എന്നുള്ളതാണല്ലോ. അപ്പം എന്ത് വേണം? എങ്ങനെ അവരെ കിട്ടാച്ചാൽ കിട്ടും പോലെ പഠിപ്പിക്കണം. അരമണിക്കൂറേ കിട്ടുള്ളൂ വെച്ചാൽ അരമണിക്കൂർ, ഞായറാഴ്ച കിട്ടുള്ളൂ വെച്ചാൽ ഞായറാഴ്ച, ക്രിസ്തുമസ് വെക്കേഷനിൽ ഓണം വെക്കേഷനിലേ കിട്ടുള്ളൂ വെച്ചാൽ അന്ന്. നമ്മൾ ഉത്തരവാദിത്തം തന്നെ അതൊന്നും നേരാവില്ലാന്ന്, സംഗതിയൊക്കെ ആകെ പിടുത്തം വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പേരേരി ഇരിക്കാൻ പിന്നെ എന്തിനാ കമ്പറ്റി. അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. ഞായറാഴ്ച കിട്ടുള്ളൂ അന്ന ഞായറാഴ്ച, ദിവസം 10 മിനിറ്റേ കിട്ടുള്ളൂ അന്ന 10 മിനിറ്റ്. അങ്ങനെ ചിന്തിക്കണം. 10 മിനിറ്റ് മദ്രസ വന്നാലും നേട്ടം ഉണ്ടാവും, 10 മിനിറ്റ് വന്നാലും ഉണ്ടാവും. എന്താ വെച്ചാൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലുണ്ട്. രാവിലെ ഒരു 10 മിനിറ്റ് മദ്രസയ്ക്ക് വന്നുകൊണ്ട് പോയാലും 2 നേട്ടമുണ്ട്. ഒന്ന്, രാവിലെ മുസ്ഹാഫ് എടുത്തുങ്ങാണ്ട് ഇങ്ങോട്ട് പോരുമ്പോൾ കൽബിലുണ്ടാവും ഞാൻ ഓതാൻ പഠിക്കാൻ പോവുകയാണ്. നിയ്യത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ നിയ്യത്താണ് വെച്ചാൽ പഠി. ഈ ഒരു അമലിനേക്കാൾ പ്രാധാന്യമുണ്ട് അമലിൻ്റെ നിയ്യത്തിന്. ഹലോ ഹലോ മനുഷ്യന്മാരെ നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അമലിനേക്കാൾ പ്രാധാന്യമുണ്ട് അമലിൻ്റെ നിയ്യത്തിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പോൾ ഒരു ഹജ്ജിന് പോയ കൂലി വാങ്ങിത്തരാം, ഒറ്റ പൈസയും ചിലവാക്കണ്ട. ഒരു ഹജ്ജിന് പോയ കൂലി എല്ലാവർക്കും വാങ്ങിത്തരാം.
ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് വെറുതെ വിചാരിച്ചാൽ, ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ ആ നന്മയുടെ കൂലി അവൻ്റെ ഏടിൽ അപ്പം എഴുതും. പിന്നെ അള്ളാഹു തആല തൗഫീഖ് ചെയ്താൽ എന്താ പോണെന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്, നിങ്ങളെല്ലാവരും വിചാരിക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തെ ഹജ്ജിന് പോകണം. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ ഈ നന്മക്കും തിന്മക്കും ഒരു വ്യത്യാസമുണ്ട്. നന്മ ഒരാൾ വിചാരിച്ചാൽ അതിൻ്റെ കൂലി എഴുതും, നന്മ ചെയ്താൽ 10 ഇരട്ടി കൂലി പിന്നെയും എഴുതും. തിന്മ ഒരാൾ വിചാരിച്ചാൽ എഴുതൂല, തിന്മ ചെയ്താൽ ഒരു ശിക്ഷയേ ഉള്ളൂ. അതേ സമയത്ത് തിന്മ ഒരാൾ വിചാരിച്ച് ക്യാൻസലാക്കിയാൽ നന്മ എഴുതും. ഒരാൾ കള്ളു കുടിക്കണം എന്ന് കരുതി, അതിന് ശിക്ഷ എഴുതൂല. കുറച്ച് കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ വേണ്ടാന്ന് തീരുമാനിച്ചതിന് കൂലി എഴുതും. ഒരു ഇബാദത്ത്, ഒരു അമൽ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് അതിൻ്റെ നീയത്തിന്. 10 മിനിറ്റ് നേരത്തിനാണെങ്കിലും രാവിലെ ബുക്കും മുസാഫ് എടുത്തുങ്ങാണ്ട് ഞാൻ ഓതാൻ പഠിക്കുകയാണ് എന്ന് വിചാരിച്ചുങ്ങാണ്ട് പെരേന്നുള്ള ഒരു ഇറക്കമുണ്ടല്ലോ, ആ ഇറക്കമാണ് നീയത്ത്. അതിൻ്റെ ഗുണമാണ് കാണും. ഇതന്നെ സംഗതി. ഇനി രണ്ടാമതായൊരു കാര്യം കൂടിയുണ്ട്. ചിലപ്പോൾ സ്കൂളുകളിലെ മദ്രസകൾക്ക് പീരിയഡ് ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. മദ്രസയ്ക്ക് പീരിയഡ് വളരെ കുറവാണ്, അപ്പോഴേക്കും സ്കൂൾ വണ്ടി വരുമല്ലോ. ഈ സ്കൂളിലെ മദ്രസയ്ക്ക് പീരിയഡ് ആഴ്ചയിൽ 3 പീരിയഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ദിവസത്തിൽ 3 പീരിയഡ് ആണെങ്കിൽ ആഴ്ചയിൽ 15 പീരിയഡ് എന്തായാലും കിട്ടും. അത്ര ഒരിക്കലും മദ്രസയിൽ കിട്ടൂല. പക്ഷെ രണ്ടാമത്തെ ഒരു ഗുണമുണ്ട്, ഈ സ്കൂളുകൾക്ക് പണം ചെലവഴിച്ചിട്ടുള്ളത് ദുന്യാവുന്ന എന്തെങ്കിലും കിട്ടാനാണ്. മദ്രസക്ക് പൈസ കൊടുത്തിട്ട് ചിറ്റ് മുറിച്ച് കൊടുത്തത് ദുന്യാവുന്ന ഒന്നും കിട്ടാനല്ല, സിറാത്ത് പാലത്തമ കിട്ടാനാണ്. ആ ഗുണം അതിൽ പോയി പഠിച്ചാലും ഉണ്ടാവും, അപ്പോൾ അതിൽ വെറുതെ പോയി പോന്നാൽ തന്നെ ഗുണം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ ഒരു 10 മിനിറ്റ് നേരത്തിനെങ്കിലും കിട്ടുമോ നോക്കണം. അതും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിരാശരാകാൻ പാടില്ല. ഞായറാഴ്ച മാത്രം കിട്ടുമോ നോക്കണം. ശനി ഞായറും കിട്ടും, അതും കിട്ടില്ലെങ്കിൽ നമ്മൾ നിരാശരാകരുത്. വെക്കേഷനിൽ 10 ദിവസം ഒഴിവുണ്ടാവുമല്ലോ, ക്രിസ്മസിനും ഓണത്തിനും, അതിലൊരു 5 ദിവസം കൊടുന്നിട്ട് ഈമാൻ ശരിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ബാക്കി ഓട്ടോമാറ്റിക് ഉണ്ടായിക്കോളും. ഈമാൻ ശരിയാക്കാൻ മുഹമ്മദ് നബിയെ പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം തീരുന്ന രൂപത്തിൽ സംശയം തീർത്തു കൊടുക്കുക. അപ്പം എന്തേ ഒരു സംശയം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു, കള്ളു കൊടുത്തിട്ട് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിക്കും മറുപടി കിട്ടിയില്ലെങ്കിലും ഈമാൻ ഇളകാൻ പാടില്ല കേട്ടോ. എന്നാലും നമ്മളായിട്ട് പറഞ്ഞൊരു കാര്യത്തിന് നമ്മൾ മറുപടി പറയണമല്ലോ എന്ന് കരുതി പറയാണ്. ഏത് ഹദീസിൽ സംശയം വന്നാലും ആദ്യം പരിശോധിക്കേണ്ടത് ഈ ഹദീസ് എവിടെ ഉള്ളതെന്നാണ്. ഫസ്റ്റ് ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ പറഞ്ഞ ഹദീസ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരിപൂർണമായ രൂപം എന്താണെന്നുള്ളത് പരിശോധിക്കണം. അക്കാലത്ത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈത്തപ്പഴത്തിൽ നിന്നുള്ള ഒരു വെള്ളത്തെ കുടിക്കൽ പതിവുണ്ട്. ഈത്തപ്പഴം ഇങ്ങനെ അട്ടിട്ട് വെക്കും, അതിലേക്ക് വെള്ളം കുടയും. അപ്പോൾ അടിയിലൂടെ ഇങ്ങനെ വെള്ളം ഊറി വരും, അത് പാത്രത്തിൽ ശേഖരിക്കും. അങ്ങനെ അത് കുടിക്കൽ പതിവുണ്ട്. അതിന് അന്ന് പറയുന്ന പേര് അസീർ എന്നാണ്. അസീറിൻ്റെ ഇന്നത്തെ അർത്ഥം ജ്യൂസ് എന്നാണ്, പക്ഷെ അന്ന് ജ്യൂസ് ഇല്ല. അതുകൊണ്ട് ഇന്ന് ആ വാക്കിന് അതാണ് അർത്ഥമുള്ളത്, അന്ന് അതല്ല അർത്ഥമുള്ളത്. അപ്പോൾ അസീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഈത്തപ്പഴത്തിൽ നിന്നെടുത്ത് കുടിക്കൽ പതിവുണ്ട്. ഇതേ സാധനം വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് നൊരയും പതയും പൊന്തി വരും അതിൽ. അങ്ങനെ വെയിലത്ത് വെച്ച് കള്ളാക്കി മാറ്റി ഉപയോഗിക്കുന്ന രീതിയും നിലവിലുണ്ട്. ഈ സാധനം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ സഹാബി പറഞ്ഞു, ഇല്ല നബിയെ, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കുടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കള്ളല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് കുടിച്ചു എന്നാണ്. എല്ലാ വിഷയങ്ങളെയും ഈ തോതിൽ പഠിക്കണം. ഭൗതിക തലം ഉയരുമ്പോൾ ആത്മീയ തലം ഉയർന്നില്ലെങ്കിൽ സംശയം ബാക്കിയാകും. ആ സംശയം മുഴുവനും മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. ഞാനൊരിക്കൽ ഈ മേലാറ്റൂർ അടുത്തൊരു സ്ഥലത്ത്
കൊറോണ കഴിഞ്ഞ ഉടനെ, കൊറോണ ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുള്ളൂ, മാസ്കൊക്കെ ഇട്ടിട്ട് വയൽ തരുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു റമദാൻ മാസത്തിൽ ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോയി. അപ്പോൾ ആ പരിപാടിയുടെ അധ്യക്ഷൻ ആയിട്ട് ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, കരിഞ്ജീരകം ധാരാളമായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണ് ഏറ്റവും പുതിയ പഠനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ കരിഞ്ജീരകം ധാരാളമായി കഴിക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിഡ്നി ഫെയിലിയർ ആകുന്ന ഈ സാധനം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇത്ര തോനെ തിന്നാൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നല്ല ചോദ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ഹദീസിൽ സംശയമുണ്ടായാലും ആ ഹദീസിനെ പഠിക്കാനുള്ള വേണ്ടത്. അത് ഈ ഹദീസിനെ പഠിക്കണം. എന്താ സംഭവം? ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത് ഹബ്ബത്തു സൗദാഇ ശിഫാഉൻ മിൻ കുല്ലി ദാഇൻ ഇല്ല സാം എന്നാണ്. ഹബ്ബത്തു സൗദാഇ കരിഞ്ജീരകം. ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ വിത്തിനാണ്, സൗദാ എന്ന് കറുത്തതിനാണ്. ഹബ്ബത്തു സൗദാ കറുത്ത വിത്തിനാണ്, അത് നമ്മൾ കരിഞ്ജീരകം എന്നാണ് അർത്ഥം വെക്കുന്നത്. ശിഫാഉൻ ശമനമാണ്, മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗത്തെ തൊട്ടും ശമനമാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു സംഗതി വിളിച്ചിരിക്കുന്നത് രോഗം എന്താണെന്ന് തീരുമാനിക്കാൻ ആദ്യം, എന്നിട്ട് വേണം കഴിക്കാൻ. രോഗത്തിന് മരുന്നാണെന്ന് പറഞ്ഞാൽ വെറുതെ തിന്നാണെന്നല്ലല്ലോ. മരുന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല. എല്ലാ മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇഫക്റ്റുള്ള എല്ലാ സാധനങ്ങൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. എന്തെല്ലാം സാധനങ്ങൾക്ക് ഇഫക്റ്റ് ഉണ്ടോ അതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഈ വെള്ളം കുടിച്ചാൽ ഇഫക്റ്റ് ഉണ്ടാവുമോ എങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നേന്ത്രപ്പഴം തിന്നാൽ ഇഫക്റ്റ് ഉണ്ടോ? സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ക്ലാസ്സിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? ഉണ്ട്. ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച എൻ്റെ ക്ലാസ് എല്ലാവരോടും പറയാനെന്ന് ചോദിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അയാളെ കൊടുന്നാണ്ട് ക്ലാസ് എടുത്ത് നിന്നാൽ മൊത്തം മഹല്യരമാണ് വിളിച്ചിടാന്നില്ലേ. നിങ്ങൾ കമ്മിറ്റിക്കാർ മാത്രം കുറച്ച് ആൾക്കാർ ഇരിക്കേണ്ട കാര്യം എന്തേ? എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് പ്രതീക്ഷിച്ചോളി. ഇഫക്റ്റുള്ള എല്ലാ സാധനത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പം മരുന്നാണ് എന്ന് വന്നാൽ പ്രശ്നമില്ല, സൈഡ് എഫക്റ്റ് ഉണ്ടാവും. മാത്രമല്ല രോഗത്തിന് കഴിക്കാൻ മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി വേറൊരു സംഭവം ഉണ്ട്. അതെന്താ നിങ്ങൾ ഇതിലെ വലിയ രസമാണ്. ഈ ഹദീസ് ഞാൻ ഒന്നുകൂടിയും പറയാം. ഹബ്ബത്തു സൗദായി കരിഞ്ജീരകം, ഷിഫാഉൻ ശമനമാണ്, മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗത്തെ തൊട്ടും എന്നുള്ള ഹദീസിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ പറയും ഏത് വാക്കാ തിന്നാളെ, അത് പറഞ്ഞെന്നാൽ ഈ ഫോണിപ്പോൾ തരും നമുക്ക്. അതിൽ തിന്നാനുള്ള വാക്ക് എല്ലാവർക്കും അറിയാലോ. ഉമ്രക്ക് പോയവർക്കും അറിയാം തിന്നാനുള്ള വാക്ക് ഏതാണ്. അല്ലെങ്കിൽ ഉമ്രക്ക് പോയാലും അവിടുന്ന് ഭക്ഷണം കിട്ടില്ലല്ലോ. ഈ ഹദീസിൽ തിന്നാനുള്ള വാക്കില്ല. മരുന്നാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. മരുന്ന് മൊത്തം തിന്നാനുള്ള ഓയിൽമെൻറ്റ് തിന്നലൊന്നുമില്ലല്ലോ. മരുന്ന് തേക്കാനുള്ളത് ഉണ്ടാവും, മൂക്കുകൂടി വലിക്കാനുള്ളത് ഉണ്ടാവും, വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാനുള്ളത് ഉണ്ടാവും, പലതും ഉണ്ടാവില്ലേ. അത് നമ്മളെ വിചാരിച്ചെങ്ങാണ്ട് കരിഞ്ജീരകം മരുന്നാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് തിന്നൽ തുടങ്ങിയാൽ പിന്നെ അപ്പം അതെന്താ പറഞ്ഞാൽ ഞങ്ങൾ കരിഞ്ജീരക ചികിത്സ പഠിപ്പിക്കലല്ല ഉദ്ദേശം. ഭൗതിക തലം ഉയരുമ്പോൾ സംശയം ഉണ്ടാവും. അപ്പോൾ ആത്മീയ തലം ഉയർത്തിയില്ലെങ്കിൽ സംശയം ബാക്കിയാവുകയും ഈമാൻ വയ്ക്കുകയും ചെയ്യും. ഇതിന് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയർത്തണം. അതിനെന്താ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുക? ഒഴിവ് സമയങ്ങളിൽ ഈ നാട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടുക. വൈദ്യം പഠിക്കുന്ന കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അവർക്ക് നല്ലൊരു ഇസ്ലാമികമായൊരു വൈദ്യത്തെക്കുറിച്ചൊരു ക്ലാസ്, എൻജിനീയർമാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് എൻജിനീയറിങ്ങിൻ്റെ വരാവുന്ന സംശയങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു ക്ലാസ്. അങ്ങനെ ഈമാൻ സ്ഥിരപ്പെടുത്താൻ പറ്റുന്ന ക്ലാസ്സും അതിൻ്റെ ഒപ്പം സോപ്പിടാനുള്ളൊരു കരിയർ ഗൈഡൻസ് എന്നൊക്കെ വേണ്ടി വരും. നല്ലപോലെ വരുള്ളല്ലോ. സ്പോക്കൺ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം എന്തെങ്കിലും വെച്ചാലേ വരുള്ളൂ. എങ്ങനെ വരുത്താൻ പറ്റുക വെച്ചാൽ വരുത്താൻ പറ്റുന്നമായിട്ട് ഒരു 4 പ്രവർത്തനങ്ങൾ നിർബന്ധമായും മഹല്ലിൽ നടക്കണം. ഒന്നൊരു വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കണം. വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവൺമെൻറ് ജോലി തന്നെയാണ്. അല്ലെങ്കിൽ അതൊരു തർക്കമില്ല. ഗൾഫൊക്കെ എത്ര കാലമാണെന്നൊന്നും പറയാൻ കഴിയില്ല. സംഗതി ഇപ്പം ഉഷാറിൽ ഇങ്ങനെ പോകുന്നുണ്ട്, എപ്പോഴും ഉഷാറായിക്കോണമെന്നില്ല. ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവൺമെൻറ് ജോലി തന്നെയാണ്. ഒരു വീട്ടിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവണം. അത് നമ്മൾ ഒരു 10 കൊല്ലം കൊണ്ട് അങ്ങനെ കണക്കാക്കിയാൽ ഒരു 10 കൊല്ലത്തിനിടയിൽ അല്ലെങ്കിൽ 5 വർഷത്തിനിടയിൽ ഒരു വീട്ടിൽ ഒരാൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടാവണം. 8ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് നേടാവുന്ന ഗവൺമെൻറ് ജോലി നിലവിലുണ്ട്.
10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് നേടാവുന്ന ഗവൺമെൻറ് ജോലി ഉണ്ട്. ഇനി ഇല്ലെങ്കിൽ 10ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും തുല്യതാ പരീക്ഷ ഉണ്ട്. ഒരു വീട്ടിൽ ഒരാൾ ഗവൺമെൻറ് ജോലിക്കാരൻ, ഒരു കുടുംബത്തിൽ ഒരാൾ മോലിയർ. അങ്ങനെ പ്ലാൻ ചെയ്യണം. എങ്ങനെ? മേലേതിൽ തറവാട്ടിൽ ഒരാൾ മോലിയരാവണം, താഴത്തേതിൽ തറവാട്ടിൽ ഒരാൾ മോലിയരാവണം, കിഴക്കേതിൽ തറവാട്ടിലും ഒരാൾ മോലിയരാവണം, പടിഞ്ഞാറേതിൽ തറവാട്ടിലും ഒരാൾ മോലിയരാവണം, വടക്കേതിൽ തറവാട്ടിലും ഒരാൾ മോലിയരാവണം, തെക്കേതിൽ തറവാട്ടിലും ഒരാൾ മോലിയരാവണം. എല്ലാ തറവാട്ടിലും ഒരാൾ. മൊത്തത്തിൽ എല്ലാവരും മോലിയന്മാരാവൊന്നും വേണ്ട, കുറച്ച് മതി. എല്ലാവരും മോലിയരായാൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പണി ഉണ്ടാകുക? അതുകൊണ്ട് ഒരു തറവാട്ടിൽ ഒരാൾ മോലിയരുണ്ടാകും, ഒരു വീട്ടിൽ ഒരാൾ ഗവൺമെൻറ് ജോലി, ഒരു തറവാട്ടിൽ ഒരാൾ മോലിയർ, ഒരു മഹല്ലത്തിൽ ഓരോന്ന് എല്ലാതും. ഒരു ഡോക്ടർ, ഒരാൾ പോലീസുകാരൻ, ഒരാൾ പഞ്ചായത്തിൽ ജോലിയുള്ള ആൾ, ഒരാൾ വില്ലേജിൽ ജോലിയുള്ള ആൾ, ഒരാൾ ഹെഡ്മാസ്റ്റർ. അങ്ങനെ മഹലിൽ എന്താ കുറവുള്ളത് നോക്കണം. ഒരാൾ കസ്റ്റംസിൽ ജോലി, ഒരാൾക്ക് എയർപോർട്ടിൽ ജോലി. ഒരു മഹലിൽ എല്ലാതും ഒന്നെങ്കിലും വേണം. ഇല്ലെങ്കിൽ അതിന് പറ്റുന്നത് ആരാ നോക്കിയിട്ട് എല്ലാവരും കൂടി കണ്ട് അതിനെ പഠിപ്പിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കണം. PSC പരീക്ഷകൾ വരുന്ന സമയത്ത്, നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് മഹല്ല് വക നോട്ടീസ് ബോർഡിൽ അത് പ്രദർശിപ്പിക്കണം. അപേക്ഷിക്കാനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പരീക്ഷയുടെ കോച്ചിങ്ങുകൾ കൊടുക്കണം. ഗവൺമെൻറ് ജോലി വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലികളിൽ ഏറ്റവും സുരക്ഷിതമായ ജോലി അതന്നെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. നാളെ ഞാനൊരു പ്രസംഗം നടത്തിപ്പെട്ടു. അങ്ങനെ ചില പ്രസംഗം നടത്തിയിട്ട് പെടലുണ്ട്. ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ദീനിന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവാണ് എന്ന് പറഞ്ഞു. അതിലെല്ലാവരും കൂടി എൻ്റെ നേർക്ക് വന്നു. വരുമല്ലോ, കാരണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഗവൺമെൻറ് ജോലി ഉള്ള ആളുകളുടെ മക്കളിൽ നിന്ന് ദീനിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഉണ്ടായി വരൽ വളരെ കുറവാണ് എന്നാണ് പറഞ്ഞത്. വേണ്ടാത്ത പറഞ്ഞാൽ പെടുമല്ലോ, എന്തായാലും പെട്ടു. സംഭവം എന്താ വെച്ചാൽ ആ പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണല്ല. അതിൻ്റെ ശേഷം അതിൻ്റെ ബാക്കി പറയുണ്ടാവും. പക്ഷെ അത് കേൾക്കാൻ ആൾക്കാർക്ക് ഒഴിവില്ല എന്നുള്ളതാണ് സംഭവം. അതെന്താ വെച്ചാൽ അതങ്ങനെ അടച്ചാക്ഷേപിച്ചതല്ല, അതിൻ്റെ കാരണം പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ 3 കാരണങ്ങളെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒന്ന്, നിശ്ചയിക്കപ്പെട്ട ജോലി കൃത്യമായി ചെയ്യൂല. ഓരോ ശമ്പളത്തിനും നിശ്ചയിക്കപ്പെട്ട ഒരു ജോലി ഉണ്ടാവും. ആ ജോലി ചെയ്യൂല. എല്ലാവർക്കും ഒരേ ജോലി ആവില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു പണി ഉണ്ടാവും, സ്വീപ്പർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു പണി ഉണ്ടാവും. നിശ്ചയിക്കപ്പെട്ട ജോലി കൃത്യമായിട്ട് ചെയ്യൂല. ഓൻ്റെ പണി ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ വേറെ കൊടുക്കണം. ഇതാണ് ഒരു കാരണം. വാങ്ങണ ശമ്പളത്തിനനുസരിച്ച് ജോലി ചെയ്യൂല എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ ഒരു കാര്യം, ബറക്കത്ത് കുറയും. ബറക്കത്ത് കുറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ 950 രൂപക്ക് ജോലി ചെയ്ത് 1000 രൂപ വാങ്ങിയാൽ ബറക്കത്ത് കുറവും. 1000 ഉറുപ്പ്യൻ്റെ പണിയെടുത്തിട്ട് 950 ഉറുപ്പ്യ വാങ്ങിയാൽ ബറക്കത്ത് കൂടുതലായിരിക്കും ഉണ്ടാകുക. 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തു, തെങ്ങുമ്മ കയറി, 1500 ഉറുപ്പ്യക്ക് വാശി പിടിച്ച് അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ കയറാൻ വരില്ല എന്ന് പറഞ്ഞാണ്ട് പണ്ടാറടക്കാൻ കടക്കട്ടെ ഒരു 500 കൂടിയും കൊടുത്താൽ കരുതിയാണ് കൊടുത്താൽ ആ 500 കൊണ്ട് പണ്ടാറം അടക്കും. എങ്ങനെ പണ്ടാറടക്കുക? ആശുപത്രി കൊണ്ട് കൊടുക്കൽ, അതന്നെ പണ്ടാറടക്കൽ. അതാണ് സംഭവം. അപ്പം ഇങ്ങനെ ഉണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. സത്യത്തിൽ ജോലി കൃത്യമായി നിർവഹിക്കണം. എക്സ്ട്രാ ജോലി ഉണ്ടെങ്കിൽ ഏറ്റെടുക്കണം. എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റെടുത്തിട്ട് അത് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോഴാണ് വാങ്ങണതിന് റാഹത്ത് കിട്ടുക. ഇതാണ് രണ്ടാമത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗവൺമെൻറ് ജോലിക്കാരിൽ അധികം ആളുകളും സദക്കക്ക് വിഹിതം മാറ്റിവെക്കൂല എന്നുള്ളതാണ് പ്രശ്നം. കച്ചവടക്കാർ, നമ്മൾ വിചാരിക്കുക കച്ചവടക്കാർ എത്ര ഇല്ലെങ്കിലും ഒരു സാധു മനുഷ്യൻ ചെന്നാൽ ആ മേശൻ്റെ വലിപ്പ് തുറന്നങ്ങാണ്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കും. അതിൻ്റെ ഗുണം ഒരിക്കുണ്ടാവും. ഗവൺമെൻറ് ജോലിക്കാർക്ക് 1 ലക്ഷം ഉറുപ്പ്യ ശമ്പളം ഉണ്ടെങ്കിലും പള്ളിയിൽ പരസ്യം കൊടുക്കുക അത്രേ, മറസിൽ പരസ്യം കൊടുക്കുക അത്രേ, കറണ്ട് ബില്ല് അടക്കുക അത്രേ, ഫോൺ ബില്ല് ഇത്രേ, പാലിന് ഇത്രേ, സൂപ്പർ മാർക്കറ്റിലെ പൈസ കൊടുക്കുക അത്രേ, വണ്ടിയുടെ അടവ് ഇത്രേ, കഴിഞ്ഞു. സദക്കൊന്നുമില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ അത് ബഡ്ജറ്റ് കഴിഞ്ഞു. ഈ ബഡ്ജറ്റ് കയ്യൽ ആദ്യം എന്ത് വേണം? സദക്കക്ക് ഇത്രേ, പരസ്യക്ക് ഇത്രേ, കറണ്ട് ബില്ല് ഇത്രേ, സൂപ്പർ മാർക്കറ്റിക്ക് ഇത്രേ. അങ്ങനെ സ്വതക്കക്ക് വിഹിതം ഉണ്ടാവില്ല എന്നതാണ് ബറക്കത്ത് പറയുന്നതിൻ്റെ കാരണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 3 ശരിയാക്കുകയാണെങ്കിൽ സംഗതി പ്രശ്നമൊന്നുമില്ല. അതേ സമയത്ത് ഏറ്റവും നല്ല ജോലി ഗവൺമെൻറ് ജോലിയാണെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ.
പക്ഷേ ഈ സംഗതി കറക്റ്റ് ചെയ്യണം, നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണം, അപ്പോഴൊക്കെയുള്ള പുരോഗതി. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തേത് വിജ്ഞാനത്തിൻ്റെ പുരോഗതി ഉണ്ടാക്കണം. ഒരു മഹല്ലിൽ 4 സംരംഭങ്ങൾ ഉണ്ടായിരിക്കണം. അതിലൊന്ന് ഒരു വിദ്യാഭ്യാസ സമിതിയാണ്. പുതിയ തലമുറയെ ഉൾപ്പെടുത്തണം. ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാർ, റിട്ടയർഡായ ആൾക്കാരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വിദ്യാഭ്യാസ സമിതി. വിദ്യാഭ്യാസ സമിതിയുടെ പ്രവർത്തനം ഇതാണ്: ഒരു വീട്ടിൽ ഒരാൾ ഗവൺമെൻറ് ജോലിക്കാരനുണ്ടാവുക, ഒരു കുടുംബത്തിൽ ഒരാൾ ആലിമായിരിക്കുക, ഒരു നാട്ടിൽ എല്ലാതും ഓരോന്നുണ്ടാവുക. ഏതാ കുറവുള്ളത് നോക്കിയിട്ട് കുറവുള്ളതിന് പറ്റിയ ആൾക്കാരെ കണ്ടെത്തിയിട്ട് അങ്ങനെ അതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം, ഇങ്ങനെ ഉണ്ടാക്കണം. പിന്നെ ഒരു കുടുംബത്തിൽ ഒരാൾ ആലിമുണ്ടായാൽ മാത്രമാണ് ഒന്ന് റാഹത്തായിട്ട് മയ്യത്ത് നിസ്കാരമൊക്കെ നടക്കുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ, ഒരു എന്തായാലും ഇപ്പോൾ പള്ളിക്കത്തെ മൂല്യം നിസ്കരിക്കും, എന്നാലും അവനാൻ്റെ മക്കൾ, അവനാൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ, അഞ്ചൻ്റെ മക്കൾ മയ്യത്ത് കൊടുന്ന് വെക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്നുങ്ങാണ്ട് അല്ലാഹു അക്ബറും തക്ബീർ കെട്ടുന്നതും പള്ളിക്കത്തെ മൂല്യം തക്ബീർ കെട്ടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ വ്യത്യാസം കിട്ടണമെങ്കിൽ, ഞാനും പള്ളിക്കത്തെ മൂല്യം തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് ആ വ്യത്യാസം കിട്ടണമെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾ, പിന്നെ മാത്രമല്ല ഒരു കല്യാണ വിഷയം ഉണ്ടാകുമ്പോൾ ഒന്ന് നീച്ച് നിന്നാണ്ട് 2 വർത്താനം പറയാൻ. ഈ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ദ്വാരക്കാൻ എല്ലാവരും ഉണ്ടാവും, പുതിയെന്നിറങ്ങുമ്പോൾ ഒന്ന് ദ്വാരക്കണമെങ്കിൽ അവനാൻ്റെ തന്നെ വേണ്ടി വരും. പുതിയെന്നിറങ്ങുമ്പോൾ ഒന്ന് ദ്വാരക്കാൻ അത് അവനാൻ്റെ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് അവനാൻ്റെ കുടുംബത്തിലൊന്നുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ കുടുംബത്തിലും ഒരാലിമുണ്ടാകുക എന്ന് പറഞ്ഞത്. അങ്ങനെ പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഹാഫിളിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആലിമ്. നമ്മളിങ്ങനെ നേരെ തിരിച്ചായിട്ടുണ്ടെന്ന്. ജുമയ്ക്ക് 4 ആൾക്കാർ ഇങ്ങനെ ഒതുങ്ങിയിട്ട് 4 ആളിൽ ജുമ നിർത്തിയ സ്ഥലമാണ്. അതുകൊണ്ടൊരു 4-5 ആളിൽ ഇങ്ങനെ ജുമ നടക്കും. പള്ളി വലിയ നാക്കും ചെറിയ നാക്കും നിറച്ചുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കുറേ സംഗതികൾ ഒക്കെ ഹാഫിളിങ്ങളാണ്. ആലിമല്ലാത്ത ഹാഫിള് കൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ആലിമും ഹാഫിളുമാക്കാനാണ് ആഗ്രഹിക്കേണ്ടത്. ഹാഫിള് മാത്രമാക്കാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. അത് ഹിഫ്ളുണ്ടായിട്ട് മറന്നാൽ അള്ളാഹുവിൽ നിന്ന് കുറ്റമുണ്ട്, ഇൽമ മറന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഹിഫ്ള് ഒരു നാട്ടിലൊരു 3-4 ഉണ്ടായാലും മതി, ആലിമ് ഒരു കുടുംബത്തിലൊന്നുമാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസ സമിതി അങ്ങനെ ടാർഗറ്റ് ചെയ്ത് 10 കൊല്ലം കൊണ്ട് മഹല്ലിൽ എല്ലാ വീട്ടിലും ഒരാൾക്ക് ഗവൺമെൻറ് ജോലി, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് റിട്ടയർഡായ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വേഗം വിവരം കിട്ടും. മഹല്ലിൻ്റെ നോട്ടീസ് ബോർഡിൽ ഇടുക, എന്നിട്ട് അപേക്ഷിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക. പരീക്ഷയ്ക്ക് കോച്ചിങ് വേണമെങ്കിൽ അത് നടത്തി കൊടുക്കുക. PSC ടെസ്റ്റൊക്കെ വരുന്ന സമയത്ത് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിളിലേക്കൊക്കെ ഉള്ള അപേക്ഷ വേഗം കിട്ടുന്ന ജോലികളാണ്. അങ്ങനെയുള്ള ജോലികളൊക്കെ ഗവൺമെൻറ് ജോലി, അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് കാണണം. അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടാവണം. അപ്പോൾ 2 ഞാൻ പറഞ്ഞു. ഒന്ന് ഈമാൻ്റെ സംരക്ഷണം, 2 ഇൽമിൻ്റെ സംരക്ഷണവും, 3ാമത്തേത് സ്വഭാവത്തിൻ്റെ സംരക്ഷണമാണ്. സ്വഭാവത്തിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവം മാത്രം കണ്ടുപഠിക്കുന്നതാണ്. സ്വഭാവം ഒരിക്കലും എഴുതി പഠിച്ചാലോ പരീക്ഷ എഴുതിയാലോ കിട്ടൂല. സ്വഭാവം കണ്ടുപഠിക്കുന്നതാണ്. ആരെ കണ്ട്? മുതിർന്നവരെ കണ്ട്. 20 കാര്യങ്ങൾക്കാണ് സ്വഭാവം എന്ന് പറയാം. ആ 20 എണ്ണം നല്ല നിലയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൽസ്വഭാവം എന്ന് പറയും. ചീത്ത നിലയിൽ ഉപയോഗിച്ചാൽ അതിന് ദുസ്വഭാവം എന്ന് പറയും. സാധനം ഒന്ന് തന്നെ ഇക്കാരം, പേര് മാത്രമാണ് മാറുക. ഇപ്പോൾ ഉദാഹരണം പറയാം. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വിഷമിച്ച ഒരാളെ കണ്ടു. എന്തേലും തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ കീശയിൽ 10 ഉറുപ്പ്യ ഉണ്ടേലും അങ്ങനെ ആലോചിച്ചു. മിഞ്ഞാന്നും ഇതേമാതിരി ഒരാൾ ചോദിച്ചിട്ട് വാട്സപ്പിൽ വന്നിരുന്നു, ഇങ്ങനെ 10 രൂപ ചോദിക്കുന്ന ആളുകളിൽ പലരും അതുകൊണ്ട് കള്ള് കുടിക്കുന്നുണ്ട് എന്ന് വാട്സപ്പിലുണ്ടായിരുന്നു, അതുകൊണ്ട് കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഓനൊരു ബോർഡൊക്കെ വെച്ചു, യാചിക്കുന്നവൻ്റെ കാലിൻ്റെ മുട്ട് തച്ചൊടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബാനറൊക്കെ വെച്ചിട്ട് അങ്ങനെ. അതിന് നമ്മൾ പിഷ്കത്തരം എന്നാ പറയാം. അതിൻ്റെ പേരെന്താണ്? പിഷ്കത്തരം. വല്യമ്മക്ക് വായുഗുളിക വാങ്ങാൻ വേണ്ടി ഒരു 10 ഉറുപ്പ്യ വെച്ച് ഇങ്ങനെ പോവുകയാണ് അങ്ങാടിക്ക്. അപ്പോൾ വൈക്കുന്ന ഒരാൾ വന്നാണ്ട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ 10 രൂപ കൊടുക്കാത്തതിൻ്റെ പേര് സൂക്ഷ്മത എന്നാണ്. സാധനം രണ്ടും 10 രൂപ കൊടുക്കാതിരുന്നതാണ്. ഒന്ന് പിശുക്കാണ്, മറ്റൊന്ന് സൂക്ഷ്മതയാണ്. എല്ലാ സ്വഭാവവും ഇങ്ങനെയാണ്. സൽസ്വഭാവം ഒന്ന് തന്നെയാണ്, ദുസ്വഭാവം ഒന്ന് തന്നെയാണ്. നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തിയാൽ സൽസ്വഭാവം, ചീത്ത നിലയിൽ ഉപയോഗപ്പെടുത്തിയാൽ ദുസ്വഭാവം.
ഇങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനെ 20 സാധനമുണ്ട്. ഈ 20 എണ്ണം ക്ലിയർ ചെയ്യണം ഒരാൾ സൽസ്വഭാവി ആവണമെങ്കിൽ. നല്ലോണം ചിന്തിക്കണം കേട്ടോ. എന്നാൽ സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാൻ കഴിയില്ല. കഴിയുമെങ്കിൽ ഇനി പറയാൻ പോകുന്ന വാക്കിലാണ് ഒതുങ്ങുക. ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മലമ്പ്രദേശത്ത് ആടിനെ നോക്കി ജീവിക്കുന്ന ഒരു സഹാബി വര്യൻ കടന്നു വന്നു. കുറേ സമയം സദസ്സിലിരുന്ന് പോകാൻ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽ സ്വഭാവമാണ് എന്ന് പറഞ്ഞു. മൂപ്പർക്ക് പ്രതീക്ഷ മറുപടി ആയില്ല. അപ്പം മൂപ്പര് പോകാതെ അവിടെ തന്നെ ഇരുന്നു. മൂപ്പര് പ്രതീക്ഷിച്ചിരുന്ന മറുപടി എന്താ വെച്ചാൽ, നാട്ടിൽ കാട്ടിൻ്റെ മലമ്പ്രദേശത്താണല്ലോ ജോലി ചെയ്യണത്. അവിടെ മൂപ്പര് അവിടെ തന്നെയാണ് താമസം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇസ്ലാം ദീൻ എന്താണെന്ന് പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു പ്രസംഗത്തിൻ്റെ മാറ്ററാണ് ചോദിച്ചത്. ചുരുങ്ങിയതൊരു 4 പേജെങ്കിലും ഉണ്ടെങ്കിലല്ലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഒറ്റ വാക്കിൽ ഒതുങ്ങി അത് പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രസംഗിക്കാൻ കഴിയില്ല. അപ്പോൾ മൂപ്പര് പോയില്ല, അവിടെ തന്നെ ഇരുന്നു. കുറേ സമയം കഴിഞ്ഞ് നബി തങ്ങൾ മറന്നിട്ടുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തോന്നിയപ്പോൾ രണ്ടാമത് എഴുന്നേറ്റിട്ട് പിന്നെയും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്. പക്ഷെ അതങ്ങനെ മറക്കണ ആളല്ലല്ലോ. പഴയ മറുപടി തന്നെ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്. അവിടെ തന്നെ ഇരുന്നു. മൂന്നാമത് വേറെ വഴി കൂടെ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്. അപ്പോഴും പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽ സ്വഭാവമാണ് എന്ന് പറഞ്ഞു. പോകാൻ വേണ്ടി ഒരുങ്ങി അയാൾ. അപ്പം അയാൾ എങ്ങടനെ വിളിച്ചിട്ട് ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ലാ തഗ്ളബ് അഹദാ, നിനക്ക് ആരോടും ദേഷ്യം വരാതിരിക്കുന്നതിൻ്റെ പേരാണ് സൽ സ്വഭാവം എന്ന് പറഞ്ഞു. അതായത് അനക്ക് ഈറ പിടിച്ചാതിരിക്കലാണ് സൽ സ്വഭാവം. നല്ലോണം ചിന്തിക്കണേ. നമ്മളിവിടെ എല്ലാവരും കൂടി ഇങ്ങനെ മൗലൂദ് ഓതാന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ മൗലൂദ് ഓതാണ്. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ മൗലൂദ് ഓതാൻ പാടില്ല. അപ്പം നമ്മൾ എന്താ പറയുക, ഇന്ന് പിന്നെ ഓതിയിട്ട് തന്നെ അല്ലേ ബാക്കി കാര്യം ഓതിയടാ. അന്ത ഉമ്മുൻ, എന്നിട്ട് നമ്മളതിനെന്ത് പേര് കിട്ടും? ദീനുൽ ഇസ്ലാം ഉഷാറായതാണ് എന്നല്ല, ഈറ പിടിച്ചതാണ്. നമുക്ക് ഈറ പിടിക്കണതിന് എന്താ നമ്മൾ പേരിടല്? ഇസ്ലാം ദീൻ ഉഷാറായത് എന്നാണ് പേരിടുക. സംഗതി ഇസ്ലാം ദീൻ ഉഷാറായതല്ല, ഈറ പിടിച്ചതാണ്. ഇനി ജനറൽ ബോഡിക്കൊക്കെ ആലോചിച്ച് നോക്കോളി കേട്ടോ. ജനറൽ ബോഡിക്ക് ആലോചിച്ച് നോക്കോളി, പള്ളി കമ്മിറ്റി മീറ്റിങ്ങിലേക്ക് നമുക്ക് ഈറ പിടിച്ചാൽ ദീനുൽ ഇസ്ലാമായി. പിന്നെ അലി റളിയല്ലാഹു അൻഹു ഒരാളെ വെട്ടാൻ വേണ്ടിയിട്ട് വാളൂരിയിട്ട് ഇങ്ങനെയാണ് ചെല്ലുകയാണ്. അപ്പോൾ മുഖത്തേക്ക് ഒരു തുപ്പൻ കൊടുത്തു. അതിൽ ആ വാള് ഉറയിലിട്ടുങ്ങാണ്ട് ഇങ്ങടനാണ് പോകുന്നു. അപ്പോൾ ചോദിച്ചു, എന്തയാൾ മുസ്ലിമായോ എന്ന് ചോദിച്ചു. അയാൾ മുസ്ലിമായതല്ല, ഞാൻ വെട്ടാൻ ചെന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയായിരുന്നു. അയാൾ എൻ്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഇനി വെട്ടിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ എൻ്റെ ദേഷ്യം കൂടി ഉണ്ടാവും. അത് വേണ്ട നിർത്തിയാണ് ഇങ്ങടനാണ് പോകുന്നതാണ് കാരണം. ഈ ഒരു നിലപാട് ജനറൽ ബോഡിയിലും പള്ളി കമ്മിറ്റിയിലും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ? എങ്കിൽ നമ്മൾ തന്നെയാണ് സൽസ്വഭാവികൾ. പരിസംഖ്യ തരാത്തവരുണ്ടാവും, തരുന്നവരുണ്ടാവും. പല എന്താ ലിസ്റ്റാണ് വായിച്ചാലും എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. പരിസംഖ്യ തരാത്തവരെ ലിസ്റ്റ് എന്താണ് പരസ്യമായി വായിച്ചാൽ? തരാത്തതിന് പല കാരണം ഉണ്ടാവില്ലേ. ചിലപ്പം കായില്ലാത്തതിന്. ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് ഓനാണ് ഏറ്റവും നന്നായിട്ട് അറിയാം, മറ്റൊരാൾക്കല്ല. പൈസ ഇല്ലാത്തവരുണ്ടാവും, ഉണ്ടായിട്ട് തരാത്തവരുണ്ടാവും. പക്ഷെ അത് അപൂർവമാണ്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ മനുഷ്യന്മാരും തന്നെ. ഒരു മനുഷ്യൻ്റെ അഭിമാനം കളഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. കളയാതിരിക്കാനല്ലേ നമ്മൾ, അതിനുള്ള കമ്മിറ്റി. മനുഷ്യന്മാരുടെ അഭിമാനം കളയാൻ കമ്മിറ്റിയുടെ ആവശ്യമില്ലല്ലോ. ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ കളയാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ കമ്മിറ്റിയുടെ ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനത്തെ വാശികളൊന്നും പിടിക്കരുത്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ പിന്നെ ലിസ്റ്റ് പരസ്യമായി തൂക്കണം എന്നൊക്കെയാണ് പറയും.
വാങ്ങിയെടുക്കാൻ പറ്റിയ എന്തെങ്കിലും നല്ല വഴി ഉണ്ടോ എന്ന് നോക്കുക, ഓൻ്റെ അമ്മോനോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെ നല്ല വഴികളിലൂടെയൊക്കെ എന്നല്ലാതെ അയിബാക്കരുത്. ഏത് മനുഷ്യനെയും അയിബാക്കരുത്. പൈസ തന്നാൽ അതാണ് തീരും, പക്ഷെ വഷളാക്കിയത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ചു വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. ആവേശം കൂടിയിട്ട് ഈറടിച്ചാണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് അതിന് ദീനുൽ ഇസ്ലാം എന്ന് പേരിടരുത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ചുരുക്കം. അപ്പോൾ അതാണ് സൽസ്വഭാവം എന്ന് പറയുന്ന സാധനം. സ്വഭാവം ഒരിക്കലും എഴുതി പഠിച്ചാൽ പഠിയില്ല, സ്വഭാവം കണ്ടുപഠിക്കുന്നതാണ്. പൂർവികന്മാരെ, മറ്റുള്ളവരെ കണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വഭാവത്തെ പഠിക്കുന്നത്. അതുകൊണ്ട് നല്ല സ്വബറോടുകൂടി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവണം. അതാണ് സ്വഭാവത്തിൻ്റെ പരിപാലനം. നാലാമത്തേത് ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും പരിപാലനമാണ്. ശരീരത്തിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ വൃത്തിയാണ്. ശരീരം പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ വൃത്തിയാണ് ശരീരത്തിൻ്റെ പരിപാലനം. എല്ലാ സാധനങ്ങൾക്കും പരിപാലനമുണ്ട്. എല്ലാ സാധനത്തിൻ്റെയും പരിപാലനം വൃത്തിയാക്കലാണ്. ക്ലീനിങ് ആണ് എല്ലാറ്റിൻ്റെയും പരിപാലനം. ഓരോ സാധനങ്ങളും വൃത്തിയുണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഹോട്ടൽ വൃത്തിയുണ്ടോ എന്ന് എങ്ങനെ നോക്കുക? ഹോട്ടലിൻ്റെ ബാത്റൂം വൃത്തിയുണ്ടോ നോക്കുക. അപ്പോൾ ഹോട്ടൽ വൃത്തിയുണ്ടോ എന്ന് മനസ്സിലാവും. ഒരു വീട് വൃത്തിയുണ്ടോ ഇല്ലെന്ന് എങ്ങനെ നോക്കുക? നിങ്ങൾ റേഞ്ച് വിട്ട് പോയ പറ്റേ ആ ചായ കൊണ്ട് ആകെ തുമ്പില്ലാതെ ഉള്ള തുമ്പ് ഉണ്ടാക്കാനാണ് കമ്മിറ്റിക്കാരെ കൊടുത്തത്. ഇസ്മില്ലാന്ന് റേഞ്ച് ഉണ്ടോ? റേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് വേഗം നിർത്താം. അത് വേഗം നിർത്താനും എനിക്ക് കഴിയും, പിന്നെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനോ എങ്ങനെ വേണമെങ്കിലും കഴിയും. അത് കണ്ടല്ലോ അല്ലേ? ആയിക്കോട്ടെ, എന്നാൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഓരോ സാധനത്തിൻ്റെയും വൃത്തി നോക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു വീട് വൃത്തിയുണ്ടോ നോക്കാൻ ബെഡ്റൂമാണ് നോക്കേണ്ടത്. നമ്മളെ വീട്ടിലൊക്കെ ആലോചിച്ചൊക്കെ വിരുന്നേരം വന്ന വേഗം ബെഡ്റൂമിൻ്റെ വാഴ പോയിട്ട് അടക്കും. കാരണം എന്താ? അവിടെ തീരെ വൃത്തി ഉണ്ടാവില്ല. ബെഡ്റൂം വൃത്തി ഉണ്ടെങ്കിൽ വീട് മൊത്തം വൃത്തി ഉണ്ടാവുന്നതാണ്. അല്ലാതെ അടുക്കള അല്ലെങ്കിൽ സിറ്റ് ഔട്ടും നോക്കാം. ബെഡ്റൂമാണ് വീട്. അതെന്താ സംഭവിച്ചാൽ ബെഡ്റൂം വൃത്തി ഉണ്ടാവാൻ എന്താ വേണ്ടത്? ബെഡ്റൂം വൃത്തി ഉണ്ടാവാൻ ആകെ ഒരു കാര്യം ചെയ്താൽ മതി. രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് നന്നായിട്ട് വിരിക്കുക. പുതപ്പ് മടക്കിയിട്ട് ഒന്നുകിൽ കാലിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ തലയുടെ ഭാഗത്തോ വെച്ചാൽ ക്ലിയർ സംഗതി. അത്രയേ ഉള്ളൂ വേണ്ടത്. പക്ഷെ അത് നമ്മൾ ചെയ്യൂല. സ്വാഭാവികമായിട്ട് വാഴടക്കേണ്ടി വരും. ഇങ്ങനെ ഓരോന്നിനും ഓരോ സംഗതിയാണ്. ഒരു മനുഷ്യൻ്റെ ശരീരം വൃത്തിയുണ്ടോയെന്ന് എങ്ങനെ പരിശോധിക്കുക? ഒരാളുടെ ശരീരം വൃത്തിയുണ്ടോ നോക്കുന്നത് അവൻ്റെ ചെരുപ്പ് വൃത്തിയുണ്ടോ നോക്കിയിട്ടാണ്. ഇപ്പോൾ നോക്കണ്ട, അപ്പോൾ ആരും നോക്കണ്ട. എൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ എല്ലാവരും നല്ല വൃത്തിൻ്റെ ആൾക്കാരാണ്. നമ്മൾ മതിക്കാരല്ല. ഞാനും നിങ്ങളൊക്കെ ഞാൻ എൻ്റെ മാലിന്യ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരായതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും ഉഷാറുണ്ടാവും. പക്ഷെ നോക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴൊക്കെ. ഒരാൾ വൃത്തിയുള്ള ചെരുപ്പിൽ വൃത്തിയില്ലാത്ത കാലിടാൻ കഴിയില്ല. അപ്പോൾ കാല് ഓട്ടോമാറ്റിക്കായിട്ടും വൃത്തിയാവും. കാല് വൃത്തിയാകുന്ന ആളുടെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് വൃത്തിയായിരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ വൃത്തിയുള്ള ആളാണോ അല്ലേ നോക്കുന്നത് ചെരുപ്പുമൊക്കെ നോക്കിയിട്ടാണ്. പുതിയ തലമുറയിലെ കുട്ടികളെ ചെരുപ്പൊക്കെ നോക്കുകൊണ്ട് വലിയ വലിയ പൈസൻ്റെ ചെരുപ്പേക്കാർ 5 പൈസ ചെരുപ്പില്ല, തേച്ച് കൂല നല്ല സംഗതി. അപ്പോൾ ചെരുപ്പടക്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുനടക്കണം. ആ ചെരുപ്പ് നോക്കിയിട്ടാണ്. ഇങ്ങനെ എല്ലാത്തിനും ഉണ്ട്. ഒരു പള്ളി വൃത്തിയുണ്ടോയെന്ന് എങ്ങനെ നോക്കുക? നമ്മൾ പള്ളീൻ്റെ ആൾക്കാരാണല്ലോ. ഒരു പള്ളി വൃത്തിയുണ്ടോയെന്ന് എങ്ങനെ നോക്കുക? പള്ളി വൃത്തിയുണ്ടോ നോക്കുന്നത് ബാത്റൂം. വഖഫ് ബോർഡിൽ നിന്ന് പള്ളി പരിശോധിക്കാൻ ആൾ വന്നാൽ ആദ്യം മൂത്രമൊഴിക്കാനാണ് പോവുക. പൈൻറ്റിൻ്റെ അളുക്ക വെച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ചോളി. പൈൻറ്റിൻ്റെ അളുക്ക് നല്ല ടൈൽസ് ഇട്ട 8 ബാത്റൂമുണ്ട്. അടിപൊളി പൈസ ഒക്കെ ചിലവാക്കിയിട്ടുണ്ടാക്കിയത്. അവസാനം പിന്നെ മൂത്രമൊഴിച്ചിട്ട് മനിരിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വെച്ചത് പൈൻറ്റിൻ്റെ അളുക്കാണെങ്കിൽ ആ അളുക്ക് വിറ്റിങ്ങാണ്ട് ഒരു കോപ്പ വാങ്ങാൻ 25 റുപ്യ. ശരിക്കും പള്ളീൻ്റെ ബാത്റൂമിലെ പിന്നെ കപ്പ്, ഹൗദിലെ കപ്പ് എല്ലാ വർഷവും മാറ്റണം. റമദാൻ്റെ മുന്നോടിയായിട്ട് എല്ലാ വർഷവും മാറ്റണം. കാരണം നമ്മൾ വീട്ടിലെ കപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പോൾ എങ്ങനെയായാലും ഹൗദത്തെ വൃത്തിയാവില്ല. കാരണം അത് വെള്ളത്തിൽ ഇട്ട് വെക്കാറില്ല, അത് വൃത്തിയാവില്ല. അതിന് അട്ടപ്പാറ് പിടിച്ചിട്ടുണ്ടാവും. അതിൽ വെള്ളം എടുത്തുകൊണ്ട് ഒരിക്കലും തൊള്ളേക്ക് ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കോപ്പയ്ക്ക് 25 റുപ്യാണ് വില വരുള്ളൂ. ഹൗദിലത്തെ പിന്നെ കോപ്പയും അതുപോലെ മൂത്രപ്പരയത്തെ കോപ്പയും എല്ലാ വർഷവും റമദാൻ്റെ മുന്നോടിയായിട്ട് മാറ്റണം. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ബാത്റൂമിൻ്റെ ക്ലീനിങ്ങാണ് യഥാർത്ഥത്തിൽ പള്ളിയുടെ ക്ലീനിങ് എന്ന് പറയുന്നത്. ചെരുപ്പിൻ്റെ ക്ലീനിങ്ങാണ് മനുഷ്യ ശരീരത്തിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് വൃത്തിയാണ്. ബുദ്ധിയുടെ പരിപാലനം എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗം ഇല്ലാതിരിക്കുക. അതാണ് ബുദ്ധിയുടെ പരിപാലനം.
സാമൂഹികമായും വ്യക്തിപരമായും കുടുംബപരമായും ഒന്നും ലഹരിയുടെ ഉപയോഗം ഇല്ലാതിരിക്കണം. ഒരു പ്രദേശത്ത് തന്നെ ലഹരിയുടെ ഉപയോഗത്തെ എടുത്തു മാറ്റപ്പെടണം. ഞാൻ ഒരിക്കൽ മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടോട്ടി പോകുന്ന വഴിക്ക് ഒരു മഹലിൽ ഇതേമാതിരി ഒരു ക്ലാസ്സിന് വന്നു. അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് രക്ഷിതാക്കൾ, ആണും പെണ്ണുക്കളുടെ രക്ഷിതാക്കൾ ഒന്നിച്ച് കൂടിയിട്ടുള്ള വലിയ രക്ഷാകർതൃ സംഘമാണ്. അവിടെ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഉസ്താദേ ഇവിടുത്തെ എല്ലാ പീഡിയ റൂമുകളും അതിൻ്റെ മേലെ കട റൂമിൻ്റെ മേൽഭാഗം 8ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള 5ഓ 6ഓ കുട്ടികൾ ചേർന്നെങ്ങാണ്ട് ഒരു റൂം വാടകയ്ക്ക് എടുക്കുക. എന്നിട്ട് ഓല തിന്നലും അവിടെ തന്നെയാണ്, ഓല കുടിക്കലും ഓല കടന്നുറങ്ങലും ഓല ടി വി കാണലും ഒക്കെ ആ റൂമിൽ. അങ്ങനെ ഏകദേശം ഇവിടുത്തെ ഈ കടകളുടെ മൊത്തം മേലത്തെ റൂമുകൾ കുട്ടികൾ വാടക എടുക്കുകയാണ്. അതൊന്ന് പറയുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തറിയാം, ഈ കുട്ടികൾക്ക് ഇത് വാടകയ്ക്ക് കൊടുത്ത മനുഷ്യന്മാരുണ്ടല്ലോ ഇവിടെ, ഓർക്കുണ്ടല്ലോ മക്കൾ, ഈ ഹറാമ് തിന്നാൻ കൊടുത്തിട്ട് അവനവൻ്റെ മക്കളെങ്ങനെ സംഗതി. അതിപ്പോൾ ഓരോരുത്തർക്കും സമാധാനം ഉണ്ടാവും, അവനാൻ്റെ കുട്ടികളെ അതിൽ ഇല്ലുണ്ടാവും. പക്ഷേ ഈ വാടകയ്ക്ക് കൊടുത്ത ആൾക്കാരില്ലേ, ആ ഹറാമിന് കൊടുത്ത ആ പൈസ കൊണ്ടല്ല ഓൻ്റെ കുട്ടികൾക്കൊന്ന് തിന്നാൻ കൊടുക്കണത്, പിന്നെ എങ്ങനെ നേരാകുക? അതുകൊണ്ട് ആ വാടക കൊടുക്കണ രക്ഷിതാക്കളാണ് ഈ കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു. ഒരിക്കൽ ഞാനിങ്ങനെ ഈ താമരശ്ശേരി ഭാഗത്തൊരു പരിപാടി പോവുകയാണ്. അപ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ വൈകുന്നേരം അസർ നിസ്കാരം കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി പോയത്. അവിടെ ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ ഒരു മരമൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റുഡൻസ് കോർണർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാകാൻ കഴിയില്ല. ഈ സ്കൂൾ 4 മണിക്ക് വിട്ടാൽ 6 മണി വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചായൻ്റെ പേരും പറഞ്ഞ് ജ്യൂസിൻ്റെ പേരും പറഞ്ഞ് വർത്താനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം. പീടിൻ്റെ പേരൊക്കെ നല്ല ബർക്കത്തുള്ള പേരാണ്. ഓനുമില്ല മക്കൾ, ഈ ഹറാമായ പൈസ തിന്നാൻ കൊടുത്തിട്ട് എങ്ങനെ അവൻ്റെ മക്കൾ നേരാകുക? ആലോചിക്കേണ്ട ഒരു കേസാണല്ലോ സംഗതി. എല്ലാ മഹല്ലുകളിലും രണ്ടാമത് വേണ്ടത് ഒരു സാംസ്കാരിക സമിതിയാണ്. ഒന്നാമത്തേത് ഒരു വിദ്യാഭ്യാസ സമിതിയാണ്, പേര് നിങ്ങൾക്ക് അനുസരിച്ചിട്ടോളി. രണ്ടാമത്തേത് ഒരു സാംസ്കാരിക സമിതിയാണ്. എന്താ സാംസ്കാരിക സമിതിയുടെ ജോലി? മുസ്ലിം സംസ്കാരത്തെ കൊണ്ടുവരാൻ വേണ്ടി ഇടയ്ക്കിടെ ബോധവൽക്കരണം നടത്തണം. നമ്മൾ സാധാരണ പറയാറുണ്ട് ജീവുള്ള ഖുർആൻ ക്ലാസ് എല്ലാ മഹലിലും വേണമെന്ന്. ഖുർആൻ ക്ലാസ് കൊണ്ട് കാര്യം ഉണ്ടാവില്ല, അതിൽ ജീവൻ വേണം. എന്താ ജീവൻ? ഖുർആൻ ക്ലാസ് പോലത്തെ പരിപാടികളുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ 2 കാര്യം വേണം. ഒന്ന്, എന്തെങ്കിലും ഒന്ന് നൊട്ടിണക്കാൻ വേണം. ഇതേമാതിരി എന്തെങ്കിലും ഒരു പുകയുള്ള സൈസ്, ഒരു ആവി പൊന്തണ ഇല്ല, എന്തെങ്കിലും ഒന്ന്, ബിരിയാണി തന്നെ ആണോന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു പായസമോ, അതാണ് ഒരു ജീവൻ. അതില്ലെങ്കിൽ ആ സാധനം മെല്ലെ മെല്ലെ ഉണങ്ങി തെറിഞ്ഞു പോകും. എന്തെങ്കിലും ഒരു സാധനം വേണം. രണ്ടാമത്തത്, മലയാളത്തിലൊന്ന് ദ്വാരക്കണം. ആൾക്കാരുടെ ബുദ്ധിമുട്ടും വിഷമൊക്കെ എണ്ണി പറഞ്ഞിട്ട് മലയാളത്തിലൊന്ന് ദ്വാരക്കണ ജീവുള്ള ഒരു ഖുർആൻ ക്ലാസ്. ഖുർആൻ എന്ന് പേരാണ്, ഖുർആൻ കൊണ്ട് തുടങ്ങുക, പിന്നെ അതിലെന്തും പറയാന്നുള്ളതാണ്. ആയത്തും ഹദീസും ഫിഖ്ഹും ഒക്കെ പറയാം. സീസണബിൾ ആയിട്ടെങ്കിലും നടക്കണം. സീസണബിൾ എന്ന് പറഞ്ഞാൽ റജബ് 27 വരുമ്പോൾ അതിൻ്റെ മുന്നാണ്, ഷാബാൻ 15 വരുമ്പോൾ അതിൻ്റെ മുന്നാണ്, റമദാൻ മുന്നൊരുക്കം ഒന്ന്, ബദരീങ്ങൾ ആണ്ടിൻ്റെ മുമ്പ് ഒന്ന്, അങ്ങനെ 24 മുമ്പ്, അങ്ങനെ സീസണായിട്ടെങ്കിലും ഒരു ഖുർആൻ ക്ലാസ് ജീവനുള്ള സൈസ് എന്തെങ്കിലും ഒന്ന് ചൊല്ലി പറഞ്ഞ് മലയാളത്തിലൊക്കെ ചെറിയൊരു ദുആക്കുള്ള എന്തെങ്കിലും ഒന്ന് നൊട്ടുണക്കാനൊക്കെയുള്ള ഒരു ഖുർആൻ ക്ലാസ്. അതാണ് സാംസ്കാരിക സമിതിയുടെ പ്രധാനപ്പെട്ട പരിപാടി. കൊല്ലത്തിലൊരിക്കൽ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഒരു സിയാറത്ത് കം സ്റ്റഡി ടൂർ, യാത്രയിലൂടെ സൗഹൃദം സ്ഥിരപ്പെടും. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം സ്ഥിരപ്പെടാൻ യാത്ര വലിയ പ്രചോദനമാവും. അതുകൊണ്ട് കൊല്ലത്തിലൊരിക്കൽ സിയാറത്ത് കം സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞാണ്ട് കാണാൻ പറ്റിയ എവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, 1-2 സ്ഥലത്തൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യുക. അങ്ങനെ ഒരു 60 ആൾ പോവുകയാണെങ്കിൽ ആ 60 ആളുകൾ തമ്മിൽ മനസ്സിൻ്റെ ഒരു ബന്ധം സ്ഥിരപ്പെടും. അങ്ങനെ യാത്രക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. അങ്ങനെ കൊല്ലത്തിലൊരിക്കൽ യാത്ര, ബദരീങ്ങളാണ്ട്, മുയദീശേഖരനാണ്ട്, അങ്ങനത്തെ പരിപാടികൾക്ക് നേതൃത്വം നടത്തുക, അതിൻ്റെ വളണ്ടിയർ സേവനം നടത്തുക, ഇതൊക്കെ സാംസ്കാരിക സമിതിയാണ് നടത്തേണ്ടത്. അപ്പോൾ 1 ഈമാൻ്റെ പരിപാലനം, 2 ഇൽമിൻ്റെ പരിപാലനം, 3 സ്വഭാവത്തിൻ്റെ പരിപാലനം, 4 ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും പരിപാലനം. അതിൽപ്പെട്ടതാണ് മദ്യം മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണം, സാംസ്കാരിക സമിതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഈ മദ്യം മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ പഴയ കാലവും പുതിയ കാലവും, പണ്ടത്തെ ഒരാൾ കള്ളുടിയനാണെങ്കിൽ ഒരിക്കൽ കുടിച്ചാലൊന്നും മതിയാവില്ല.
കുറേ വട്ടം കുടിച്ചിട്ട് റോട്ടുമ്പോൾ ഇങ്ങനെ ആടണം. അപ്പോൾ എല്ലാവരും പറയും ഓൻ കള്ളുടിയനാണ്. പക്ഷെ പുതിയൊരു പ്രശ്നം എന്താ വെച്ചാൽ പുതിയ കള്ള് ആടൂല. പണ്ടൊക്കെ ഒരാൾ കള്ളുടിച്ചാൽ വാസന കൊണ്ട് കള്ളുടിയനാന്ന് മനസ്സിലായിരുന്നു. ഇപ്പോൾ പുതിയത് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ മഞ്ഞ മണ്ണെണ്ണ നീല മണ്ണെണ്ണ ഉണ്ടല്ലോ കാസർഗോഡ് നീല. അപ്പോൾ നീലമണ്ണെണ്ണ വന്നത് കരിഞ്ചന്തയിൽ വിൽക്കാതിരിക്കാനാണ്. അപ്പം നീലമണ്ണെണ്ണ കൊടുന്ന് ഇറക്കുന്ന ലോറിക്കാരൻ്റെ ഒരു മരുന്നുണ്ടാവും. അത് ശേഷം വാങ്ങി വെച്ചിട്ട് ഇതിട്ടാൽ അതിൻ്റെ നീലക്കവറ് പോകും എന്ന മാതിരി ഇപ്പോൾ കള്ള് ഷാപ്പിലൊക്കെ ചെന്നാൽ കള്ളുടിക്കുമ്പോൾ വാസന ഇല്ലാതിരിക്കാനുള്ള പാക്ക് അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കൊടുക്കും. ഊതിൻ്റെ ഒക്കെ വാസനയുള്ള പാക്ക് ഉണ്ടാവും. കള്ളുടിച്ചങ്ങാണ്ട് ഇങ്ങനെ വരുമ്പോൾ ആൾ യുഎഇയിൽ നിന്ന് വന്നിറങ്ങാനൊക്കെ തോന്നും, സൗദിയിൽ നിന്നിപ്പോൾ വരുന്ന അതിലൊക്കെ തോന്നും. അങ്ങനെയൊക്കെയാണ് സംഗതി. അതുകൊണ്ട് പഴയ ലക്ഷണങ്ങളൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ പുതിയ കുറേ കാര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തണം. ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നിരന്തരമായി നടത്തണം. പ്രദേശത്ത് എവിടെയെങ്കിലും ലഹരിയുടെ വിൽപ്പനയോ അല്ലെങ്കിൽ അതിൻ്റെ വിതരണമോ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മൊബൈലിൽ ആരും അറിയാതെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ എടുക്കണം. ആ സ്ഥലം അതിൻ്റെ ബോർഡുകളും സ്ഥലപ്പേരും ലൊക്കേഷനൊക്കെ കിട്ടാവുന്ന തരത്തിൽ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ എടുക്കുക. എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിളിലുണ്ടാവും പിന്നെ ഇങ്ങനെ ഒരു ആൻറ്റി നാർക്കോട്ടിക് ആർമി എന്നടിക്കുക. ആൻറ്റി നാർക്കോട്ടിക് ആർമി എന്നടിക്കുക. അപ്പോൾ കുറേ നമ്പറുകൾ വരും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്യുക. ആ നമ്പറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആരാണ് അയച്ചതെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ള പ്രത്യേകതയും കൂടി അതിനുണ്ട്. അത് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. ആൻറ്റി നാർക്കോട്ടിക് ആർമി അയച്ചു കൊടുക്കുക. ബാക്കി ഒരു നോക്കിക്കോളും. പിന്നെ പൈസ കൊണ്ടെല്ലാം കഴിച്ചില്ലാവും, അതും കഴിച്ചില്ലാവും കേട്ടോ. എന്നാലും തൽക്കാലം കുടുങ്ങും. കുറേ വട്ടം കുടുങ്ങുമ്പോൾ നിർത്തിക്കോളും. ആരും അറിയരുത്, നമ്മൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അയക്കണ ആൾ മാത്രം, വേറെ ആരും അറിയാതെ. ഇങ്ങനെ ഒരു പ്രദേശത്ത് മയക്കുമരുന്നിൻ്റെ വിതരണം നടക്കുന്നുണ്ടെങ്കിൽ സ്വകാര്യമായ ഈ തരത്തിൽ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തിയിട്ട് മയക്കുമരുന്ന് വ്യാപകമായാൽ ബുദ്ധി നശിച്ചു ആണ് സംഗതി. അപ്പോൾ അതൊക്കെ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തനമാണ്. 5-മത്തേത് സമ്പത്തിൻ്റെ പരിപാലനം. സമ്പത്ത് പരിപാലിക്കാൻ ഒറ്റ കാര്യം ചെയ്യണം. മുതലിൻ്റെ പരിപാലനത്തിന് ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ. ദാനം ശീലമാക്കിയാൽ സമ്പത്ത് പരിപാലിക്കപ്പെടും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ദാനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വയലറിയുമ്പോൾ നീച്ചെന്നിട്ട് പറഞ്ഞു 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാറുണ്ട്. ഈ 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ 100 എന്നുള്ള എണ്ണ അന്നത്തെ വലിയ സംഖ്യയാണ്. എല്ലാ കാലത്തും സംഖ്യ ഒരേമാതിരിയല്ല. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പോയി നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടത് ഓർമ്മയുണ്ട്. 1,00,000 രൂപയും മാരുതി കാറും നാളെ നിങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് ലോട്ടറിയുടെ അനൗൺസ്മെൻറ്റാണ്. ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചെലവഴിച്ചാൽ തീരാത്ത 1,00,000 രൂപയും മാരുതി കാറും നാളെ നിങ്ങൾക്കാണ്. ജീവിതം മുഴുവൻ അടിച്ച് പൊളിച്ച് ചെലവഴിച്ചാൽ തീരാത്ത 1,00,000 രൂപ. ഇനി നല്ലൊരു മൊബൈൽ ഫോണാണെങ്കിൽ 1,00,000 മേലെ. അങ്ങനത്തെ വലിയ സംഖ്യയാണ് 1,00,000 രൂപ. അവിടെ നിന്നാണ്ട് 1500 കൊല്ലം അപ്പുറത്തേക്കാണ് കൂട്ടിയിട്ട് വേണം 100 എന്നുള്ള 100ൻ്റെ നോട്ട് കാണാൻ പൂജയൊക്കെ വാസന്മാർ എല്ലാ കാലത്തും സംഖ്യ ഒരേമാതിരിയല്ല. 100 ഒട്ടകം ഞാനോട് തരാൻ നബിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എണ്ണില്ല. നബിസല്ലല്ലാഹു രണ്ടാമത് പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടാമത് എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ 100 ഒട്ടകവും അവർക്ക് ചുമക്കാൻ മാത്രമുള്ള അവരൊന്നും തരാറ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പാക്ക് പുതിയ ഹൈവേൻ്റെ സൈഡിൽ തോന്നെ സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഹൈവേ വികസനം വന്നപ്പോൾ ഗവൺമെൻറ് കൊടുത്തപ്പോൾ നല്ല കാഴ്ച മുമ്പർക്ക് എന്താ കൊടുത്താൽ എന്നൊക്കെ തോന്നും നമുക്ക്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്, അൻസാരിയല്ല, മദീനക്കാരനല്ല. മക്കത്തുനിന്ന് നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ഊരമ്മ 4 കാലും വെച്ചിട്ടിങ്ങാണ്ട് കയ്യും വീശിട്ടൊന്ന് പോകുന്നതാണ് മദീനത്തേക്ക്. ഇതെന്തെങ്ങനെ കൊടുക്കാൻ മാത്രം ഉണ്ടായി? അതിൻ്റെ കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അഫ്ഫാൻ എന്ന് പറയുന്ന ആൾ ധർമ്മിഷ്ഠനായിരുന്നു എന്നതാണ്. സമ്പത്തിൻ്റെ പരിപാലനം ദാനശീലം ഉള്ളവർക്കാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമും ഖിദർ നബി അലൈഹി ഇസ്ലാമും കൂടി യാത്ര ചെയ്യണം. അപ്പോൾ മതിൽ നേരാക്കി കൊടുത്തപ്പോൾ മൂസാ നബി ചോദിച്ചു, എന്തിനാ വേണ്ടത് പണിക്കുന്നതെന്ന് ചോദിച്ചു.
ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മടിച്ച നാട്ടുകാരാണ്. അത് ഖദർ അലൈഹിസ്സലാം പറഞ്ഞു, മൂസേ ഈ മതിൽ അങ്ങാടിയിൽ താമസിക്കുന്ന ഗുലാമേനി യത്തീമേനി ഫിൽ മദീന, അങ്ങാടിയിൽ താമസിക്കുന്ന 2 യത്തീം കുട്ടികളെ മതിലാണ്. ഇതിൻ്റെ താഴെ വക്കാന തഹ്തഹു കൻസുൽ ലഹുമ, ഇതിൻ്റെ താഴെ അവർക്കുള്ളൊരു നിധിയുണ്ട്. വക്കാന അബൂഹുമാ സാലിഹ, ഓലെ വാപ്പന് നല്ല മനുഷ്യനായിരുന്നു പറഞ്ഞു. ആ വാപ്പ ഈ കുട്ടികളുടെ 7ാമത്തെ വല്ലിപ്പൻ. എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ദാനശീലം ഉള്ള ആളായിരുന്നു എന്നതാണ്. ദാനശീലം ഉണ്ടെങ്കിൽ അവൻ്റെ 10 തലമുറ പിന്നിടുന്നതിന് മുമ്പ് അള്ളാഹു 10 ഇരട്ടിയായി തിരിച്ചു നൽകും. മുസ്ലിമും മുഅ്മിനുമായ ഏതെങ്കിലും ഒരു മനുഷ്യന് ഹലാലായ വഴിയിലൂടെ സമ്പന്നനാകുന്നുണ്ടെങ്കിൽ ഓൻ്റെ ഏതെങ്കിലും ഒരു വല്ലിപ്പ കൈയഴിഞ്ഞ് ദാനം കൊടുക്കുന്ന ആൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്നതാണ് അതിൻ്റെ പിന്നിൽ രഹസ്യം. അതുകൊണ്ട് ഭാവി തലമുറയുടെ സമ്പത്ത് പരിപാലിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദാനം ശീലമാക്കണം. പള്ളിക്ക് എല്ലാ വെള്ളിയാഴ്ചയും പിരിവ് വേണം. ഇടയ്ക്കൊക്കെ ഓരോ വെള്ളിയാഴ്ച ഒഴിവായിക്കാടി, എല്ലാ വെള്ളിയാഴ്ചയും ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ എന്ത് ചെയ്യണം? കൊടുക്കാനുള്ള മനസ്സിനെ വളർത്തുമ്പോഴേ ഉണ്ടാവുള്ളൂ. 1ന് 10 കിട്ടുന്ന ബിസിനസ് സ്വതക്കല്ലാതെ വേറെ ഒന്നുമില്ല. പരമാവധി പലിശ 17%. 100% കൂട്ടിക്കോളി, 1 ലക്ഷത്തിന് 2 ലക്ഷമേ ഉള്ളൂ. 1 ലക്ഷത്തിന് 10 ലക്ഷം കിട്ടുന്നത് സ്വതക്ക മാത്രമേ ഉള്ളൂ. മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഹസനത്ത് ബിഅശ്രി അംസാലിഹ, ഒരു നന്മ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്ന്. അതുകൊണ്ട് ദാനം ശീലമാക്കിയാൽ മാത്രമാണ്. അതുകൊണ്ട് 4ാമത്തെ കാര്യം, ഒരു മഹല്ലത്തിൽ ഒരു റിലീഫ് കമ്മിറ്റി പ്രവർത്തിക്കണം. സ്ഥിരമായ റിലീഫ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. എല്ലാം പൈസ വേണമെന്നൊന്നുമില്ല, പൈസ ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന കുറേ റിലീഫുകളുണ്ട്. ഉദാഹരണമായിട്ട് എല്ലാവരുടെ പേരയിലും കുറേ മരുന്നുണ്ടാവും ഇരിക്കണം, ഗുളികയും മരുന്നൊക്കെ. നല്ലൊരു ബോക്സ് വെക്കുക, അത് ശേഖരിക്കുക. അങ്ങാടിയിൽ ഗവൺമെൻറ് ആശുപത്രി അടുത്തുള്ള ഏതെങ്കിലും ഒരു മരുന്ന് ഷാപ്പേറിനോട് എഗ്രിമെൻ്റായിട്ട് ഈ സാധനം അവിടെ കൊണ്ടുപോയി കൊടുക്കുക. ഓനോട് പറയുക, ഇതിലുള്ളത് തീർന്ന് കൊടുത്തോ, അല്ലാത്ത എൻ്റെ പീടിയിൽ നിന്നും കൊടുത്തോ. ഓന് ബാക്കിയുള്ളത് അവൻ്റെ പീടിയിൽ നിന്ന് കൊടുക്കുന്നതിൻ്റെ കച്ചവടം കിട്ടും, നമുക്ക് ഈ മരുന്ന് ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യും. എല്ലാ പേരയിലും ഉണ്ടാവും ഒരുപാട് മരുന്ന്. ഒരു പൈസയും ചിലവില്ലാതെ ചെയ്യാൻ പറ്റിയ കാര്യം. ഇങ്ങനെ പൈസക്കൊന്നും ചിലവില്ലാതെ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. നല്ലോണം ആലോചിച്ചിട്ട് റിലീഫ് നല്ലോണം മഹല്ലത്തിൽ നടക്കണം. റിലീഫ് നടക്കുന്ന മഹല്ലിൻ്റെ ആളുകളുടെ സമ്പത്തിനാണ് സംരക്ഷണമുണ്ടാവുക. നമ്മൾ ചില നാട്ടിൽ ചെന്നാൽ പിന്നെ എല്ലാ പിരിവും വിജയിക്കണ ചില നാട്ടിലുണ്ടാവും. ആ നാട്ടിൽ എല്ലാവരും പൈസക്കാരായിരിക്കും. ദാനം ശീലമാക്കിയാലാണ് സമ്പത്തിൻ്റെ പരിപാലനം. എങ്ങനെ ദാനം ശീലമാക്കുക? ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ബെല്ലടിച്ചു. ജനലിൻ്റെ കർട്ടൻ നോക്കുമ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ആളാണ്. അതിൽ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മനസ്സിൻ്റെ 5 നയ പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിരിക്കണ വാപ്പോടെ ഇല്ല എന്ന് പറഞ്ഞതാണ്. അതൊരു പഠിപ്പാണ്. വേറെ പഠിപ്പുണ്ട്. അതെങ്ങനെ? ഒറ്റ പൈസ ഇല്ല, ഡൈനിങ് ഹാളിൻ്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കാലുകൊണ്ട് ചെയ്യാത്ത ആളാണ്. വല്യമ്മക്ക് വായുഗുളിക വാങ്ങാൻ വേണ്ടി എടുത്തു വെച്ച പൈസയെന്ന് ഒരു 2 കൊട്ടനുറുപ്പ് എടുത്തിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ബാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല, എന്നാലും ഈ റമദാൻ മാസത്തിൽ നമ്മളിരുന്ന് എന്തെങ്കിലും കിട്ടുന്നിരുന്നാണ്ട് വന്നതല്ല. അയാൾ വെറും കൈയോടെ മടക്കണേ ശരിയല്ല. വാപ്പാൻ്റെ കുട്ടി ഇതാണ് കൊണ്ടുപോയി കൊടുത്തലാന്ന് പറഞ്ഞാൽ കൊടുത്തയച്ചാൽ ആ മകന് പടിയുന്നതാണ് ദാനശീലം. ദാനം ശീലമാക്കിയവരുടെ സമ്പത്തെ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മഹല്ലിലൊക്കെ എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ വിഷയത്തിന് ഇങ്ങനെ പിരിച്ചിട്ട് അതിലൊരു സംഭവം എന്താ വെച്ചാൽ, തരുന്നവൻ എപ്പോഴും തരും, ഓനുണ്ടാവുകയും ചെയ്യും. തരാത്തവൻ ആക്ഷേപം അങ്ങനെ പറയും. അത് കേൾക്കാത്ത മാതിരി ഇങ്ങനെ ഇരുന്നാൽ മതി. കീശൊക്കെ സാധനമൊക്കെ പേര് എടുത്ത് വെച്ചിട്ട് വേറെ കുപ്പായിട്ട് കണ്ട് വരും ചില ആൾക്കാർ. എന്നിട്ട് പള്ളിക്കത്തെ മോലയിൽ എന്തെങ്കിലും പിരിവൊക്കെ പറഞ്ഞാൽ പേഴ്സ് എടുക്കാൻ മറന്നു എന്ന് പറയും. ഈ പേഴ്സ് എടുക്കാൻ മറന്ന ആൾ പള്ളിക്കന്നാണ്ട് ഇറങ്ങിയിട്ട് പീടി കയറിയിട്ട് പറയും, ഇവിടെ ഒന്നും പിരിവ് തന്നെയാണ്. ആ പുതിയ മോലിയിൽ വന്നതിന് ശേഷം പറയും വേണ്ട, എപ്പോൾ നോക്കിയാലും പിരിവാണ് പറയും. ഓനൊന്നും പേഴ്സ് മറന്നു വെച്ചിട്ട് തന്നെ വരില്ല, പക്ഷെ പറിച്ചിട്ടൊരു കുറവുണ്ടാവില്ല. തരുന്നോണ്ടല്ലോ ഒരക്ഷരം പറയില്ല. അതുകൊണ്ട് മറ്റൊന്ന് കേൾക്കാത്ത മാതിരി ഇരിക്കുക, തരുന്നവരിന്ന് വാങ്ങിയിട്ട് അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ കൊടുക്കുക. അങ്ങനെ റിലീഫ് ഇങ്ങനെ നടക്കണം. റിലീഫ് നടന്നാലേ സാമ്പത്തിക പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന വസ്തുതയെ മനസ്സിലാക്കുക. നാലാമത്തെ ഒരു സമിതിയും കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മസ്ലഹത്താണ്. ഒരു മനുഷ്യൻ തമ്മിൽ തെറ്റിയാൽ, 2 ആൾക്കാർ തമ്മിൽ തെറ്റിയാൽ
അപ്പം തന്നെ നേരാകാൻ അസ്സലാമു അലൈക്കും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ പറഞ്ഞാൽ മതിയാവും. 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് പിശാച് ന്യായം കൊണ്ടുവരും. ഒരു വയസ്സായ ആളും ഒരു കുട്ടിയും കൂടിയും തെറ്റിയെന്ന് വിചാരിക്കുക. തെറ്റുമ്പോൾ വയസ്സിന് തോന്നും വേണ്ടിയില്ല ആ കുട്ടികളായിട്ട് വർത്തമാനത്തിന് പോകുന്നത്. കുട്ടികൾക്കും തോന്നും ആ വയസ്സിനായിട്ട് ഞാൻ പറയേണ്ടിയിരുന്നില്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആവും. എന്നാലും അയാൾ ഒരു വയസ്സനല്ലേ, എന്നോട് പറഞ്ഞത് ശരിയായോ എന്നായി. എന്നാലും അയാൾ കുട്ടിയല്ല, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്, ഒരു കുരുത്തം കെട്ടത് എന്നാണ് തിരിച്ചാവും. 24 മണിക്കൂർ കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ നന്നാവാനുള്ള എല്ലാ സാധ്യതയും അപ്രത്യക്ഷമാവും. പിന്നെ എന്തിനാണ് തെറ്റിയതെന്ന് ഓർമ്മ പോലും ഉണ്ടാവില്ല. വേറെ എന്തൊക്കെ കാര്യം പറയും. അല്ലെങ്കിലും മോൻ പണ്ടെന്നെ അങ്ങനെയാണെന്ന് അറിയും. പണ്ടെന്നെ അങ്ങനെയാണെങ്കിൽ പണ്ടെന്നെ തെറ്റണ്ടേ? ഉണ്ടായിട്ടില്ലല്ലോ. തെറ്റിയ കാര്യം മറന്നിട്ട് വേറെ എന്തെങ്കിലും പറയും. അങ്ങനെയൊക്കെയാണ്. അവിടെ ഒരാളെ ഇടയിൽ നിന്നാൽ വേഗം നേരാവും. കളവ് പറയൽ വരെ ജായിസായതാണ് മസ്ലഹത്ത്. കളവ് പറയൽ ജായിസായത് അപൂർവം സന്ദർഭങ്ങളിലാണ്. ഒന്ന് മസ്ലഹത്തിന് വേണ്ടി കളവ് പറയൽ വരെ ജായിസാവുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു സമിതി. പിന്നെ എന്താ വെച്ചാൽ ഈ മധ്യസ്ഥതയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. മധ്യസ്ഥൻ എന്നും മധ്യസ്ഥനായി നിലകൊള്ളാൻ വേണ്ടി ശ്രമിക്കും. അതിൻ്റെ ഒരു നെഗറ്റീവാണ്. എനിക്ക് മനസ്സിലാകണ്ട ഞാൻ പറയണേ. മധ്യസ്ഥൻ എന്ത് തീരുമാനിക്കും? ഞാൻ എന്നൊരു മധ്യസ്ഥനായിട്ട് ഇങ്ങനെ നിൽക്കണം എന്നിങ്ങനെ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. മധ്യസ്ഥത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അയബുകൾ അറിയലാണ്. അത് നമ്മളൊരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഓന് ആണെങ്കിലും വന്ന് പറഞ്ഞോട്ടെ, അപ്പം എന്താ വെച്ചാൽ നോക്കാം. പിന്നെ ഓനെ വൈക്കെന്ന് കാണുമ്പോൾ അല്ല ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ പെണ്ണിൻ്റെ കാര്യം, അങ്ങാടിയിൽ നിന്ന് വിളിച്ചു ചോദിക്കുക. ഓനത് ആരും അറിയുദ്ദേശിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഈ കാര്യം തീർത്തതൊക്കെ ഇങ്ങനെ 4 ആൾക്കാരോട് വിളിച്ചു വരേണ്ട കാര്യമോ? പെണ്ണ് പിന്നെ കെട്ടിച്ചോടത്തേക്ക് പോകാത്ത ഇങ്ങനെ ആൾക്കാരുടെ നിന്ന് വിളിച്ചു വരേണ്ട. മധ്യസ്ഥന്മാർക്ക് അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലവർക്ക് ഫീസബിലില്ല ചെയ്യാൻ പറ്റണേ. 4 ആൾ ഒരു മഹലിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് കുടുംബ വലുതിലെ കേസ് ഒഴിവായി കിട്ടും. 4 ആൾ അതിൽ താല്പര്യമുള്ളവർ ഒരു 4 ആൾക്കാർ മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അടുത്ത ഇലക്ഷനിൽ നിൽക്കാത്തവരായിരിക്കലാണ് ഏറ്റവും നന്നാവുക. കാരണം വോട്ട് അതുകൊണ്ട് കൂടില്ല, വോട്ട് കുറയും. കാരണം മധ്യസ്ഥത പറയുമ്പോൾ നീതിയുടെ പക്ഷത്തേക്ക് നിൽക്കേണ്ടി വരുമല്ലോ. അതെന്തായാലും മറ്റവർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മത്സരിക്കാൻ തീരുമാനിക്കാത്തവർ മതി. അങ്ങനത്തെ ആൾക്കാർ ഒരു 4 ആൾക്കാർ ഒന്ന് മഹലിൽ കുറച്ച് ഗഡ്സ് ഉള്ള ആൾക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിനൊരു നിലയും വരെയൊക്കെ ഉള്ള ഒരു 4 വേണ്ട ഒരു 3 ആൾക്കാർ ഒരു മഹലിൽ ഉണ്ടായിട്ട് ഒരു മധ്യസ്ഥ സമിതി പ്രവർത്തിക്കുകയാണെങ്കിൽ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അതായത് 2 സമൂഹത്തിലാണ് പള്ളിയിൽ പോയി പറയാന്നുള്ള പ്രയോഗം ഉള്ളത്. തമ്മ തെറ്റിയാൽ പള്ളിയിൽ പോയി പറഞ്ഞാടാന്ന് പറയല്ലോ. പണ്ട് നമ്മളൊക്കെ നാടുകളിൽ ആൾക്കാർ ജ്യേഷ്ഠനും തമ്മ തെറ്റിയാൽ പള്ളിയിൽ വന്ന് കാരണവന്മാരോട് പറഞ്ഞിട്ട് തീരുമാനം ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളിലും അതുണ്ട്. അതുകൊണ്ട് 2 വിഭാഗത്തിൽ പള്ളിയിൽ പോയി പറയാമെന്ന ഒരു പ്രയോഗം വന്നത്. അതൊക്കെ അതേമാതിരി തിരിച്ചു വരണം. അപ്പോഴൊക്കെയാണ് മഹലിൽ കെട്ടുറപ്പുള്ളതും ഭദ്രതയുള്ളതും ആകുന്നത്. നാട്ടുകാരൊക്കെ ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അതിലേക്ക് സജീവമായി മുന്നിട്ടിറങ്ങി. ചെറിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും. ആക്ഷേപത്തിന് വേണ്ടി പ്രവർത്തിക്കരുത്. ആക്ഷേപം വരാതെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആക്ഷേപം വരികയാണെങ്കിൽ അതൊക്കെ കേൾക്കാത്ത മാതിരി കൈകാര്യം ചെയ്യുന്നുണ്ട്. നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പറഞ്ഞതും കേട്ടതൊക്കെ നഷ്ടപ്പെടുന്ന സാലിഹായ ബലാലിനെയും കബൂലാക്കട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. باركنا. السلام عليكم ورحمة الله وبركاته. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ മഹല്ലി പ്രസിഡന്റ് ആർ.എം. കാഫി സാഹിബ്, ജനറൽ സെക്രട്ടറി റഷീദ് കുന്നിക്കൽ, അതുപോലെ നമ്മുടെ ഖത്തീബ് അബ്ദുൽ ഖാദർ ഉസ്താദ്, നമ്മുടെ മുഖ്യപ്രഭാഷകൻ സാലിം ഫൈസി കുളത്തൂർ, അതുപോലെ നമ്മുടെ അടുത്ത മഹല്ലിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഭാരവാഹികൾ, എംപവർമെൻറ്റ് ടീമിൻ്റെ ഭാരവാഹികൾ, അതുപോലെ തൈക്കാട് മഹല്ല് മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ, എല്ലാവർക്കും ഈ പരിപാടി നല്ല രീതിയിൽ നടത്തി തന്നതിനും എല്ലാവർക്കും വന്ന് സഹകരിച്ചതിനും മഹല്ലിൻ്റെ പേരിൽ നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും.